മാറുന്ന കാലത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയ ഗ്രാമവിശുദ്ധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ഗ്രാമം. ഹരിതാഭയാർ നിലച്ചാർത്തുകൾ, വെള്ളിക്കൊലുസിട്ട് കുണുങ്ങിയൊഴുകുന്ന പുഴകൾ, കൊയ്ത്തൊഴിഞ്ഞ വയലുകൾ, പ്രകൃതിയും മനുഷ്യനും ഒന്നായി ചേരുന്ന കവിഭാവനയിലെ ഗ്രാമസൗന്ദര്യം. അതാണ് ഊഞ്ഞാലാടി എന്ന ഈ ഗ്രാമം. നീ അറിഞ്ഞോ, ഊഞ്ഞാലാടിയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവർ, പച്ചയായ മനുഷ്യർ. ഇതുപോലെ താളം തെറ്റിക്കിടക്കുകയാണ് ഈ ഗ്രാമത്തിന്റെ അവസ്ഥയും. മേൽക്കൂരയില്ലാത്ത ഗ്രന്ഥശാല, ജനലുകളും വാതിലുകളും ഇല്ലാത്ത സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും. ഈ വീടുകൾ കണ്ടില്ലേ, പണിതീരാത്ത വീടുകൾ. ഗ്രാമത്തിന്റെ ഈ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം ഗോപാലൻ എന്ന കള്ളനാണ്. ഇതെല്ലാം അവന്റെ ചെയ്തികളാണ്. മോഷണത്തിൽ അവന് പ്രിയം കട്ടിളകളാണ്. അതുകൊണ്ട് നാട്ടുകാർ അവനെ കട്ടിള ഗോപാലൻ എന്ന് വിളിക്കുന്നു. കൊതുമ്പോലെ ഇരിക്കണ നിനക്ക് ഇത്രയും വെയിറ്റ് ആണ്. ഇങ്ങനെ പോയ 2 ദിവസം പിടിക്കും. എന്റെ പൊന്ന് ദിവാകരേട്ട, ഒന്ന് ചവിട്ടി വിട്. അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി താഴെ ഇടും. ഒത്തിരി പരാതിക്കാരുണ്ടല്ലോ. ഒന്ന് നിർത്തോ. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, അല്ല നിയമസഭയല്ല. 100 പരാതി ഒരുമിച്ച് പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് ഈ 2 ചെവി മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കള്ളനായി ഈ കട്ടിള ഗോപാലിനെ ഞങ്ങളോ നിങ്ങളോ കണ്ടിട്ടില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് അവന്റെ ഒരു രേഖാചിത്രമോ ഫോട്ടോയോ പോലും ഇല്ല. ആകെയുള്ള തെളിവ് എന്ന് പറയാൻ മോഷണ സ്ഥലത്ത് അവൻ എഴുതി വെച്ചിട്ട് പോകുന്ന ഒരു തുണ്ട് കടലാസ് കഷ്ണം മാത്രമാ. നീ വന്നോ. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ, ഞാനിത് എടുത്തോട്ടെ. ഗോപാലൻ, പശു മോഷണം പോയ സ്ഥലത്ത് നിന്ന് കിട്ടിയ തുണ്ട. നന്ദിനിയെ ഞാൻ വിളിച്ചു, അവൾ വന്നു. ഞങ്ങളെ അന്വേഷിക്കരുത്. ഗോപാലൻ, അവൻ അങ്ങനെ എഴുതി വെച്ച് പോയാൽ നിങ്ങൾ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചല്ലോ. അവനെ അന്വേഷിച്ചു പോയപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കാൻ വെച്ചിരുന്ന തൊണ്ടി മുതൽ 15 ലിറ്റർ സ്പിരിറ്റ് അവൻ ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയത്. സ്പിരിറ്റ് മാത്രമല്ല, ഇവിടുത്തെ പോലീസ് ജീപ്പിന്റെ ടയർ വരെ അവൻ ഊരിക്കൊണ്ടുപോയി. അത്യാവശ്യത്തിന് ആർക്കോ കൊടുക്കാനെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് വണ്ടി ഇപ്പൊ കട്ടപ്പുറത്താ. കണ്ടോ, ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കിടക്കുന്നു. ആ കംപ്ലൈന്റ് ഞങ്ങൾ ആരോട് പറയും? ഇതൊക്കെ നിങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന എന്റെ വീടിന്റെ പ്രശ്നമാ. എന്റെ വീടിന്റെ പണിക്കുള്ള നല്ല 1-ാം തരം തേക്കിന്റെ കട്ടളയെ അവൻ കൊണ്ടുപോയത്. ഇത് 3-ാമത്തെ പ്രാവശ്യമാ. ഞാൻ കട്ടള വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. എന്നാ പിന്നെ തനിക്ക് വെക്കാതിരുന്നൂടെ എന്ന് പറയാൻ നിങ്ങൾക്കത് പറയാം. എന്റെ ഭാര്യ രതികുമാരി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അറിയാവോ? ഗൾഫിൽ കിടന്നോ? അല്ല, ബുദ്ധിമുട്ടിയ കാശുണ്ടാക്കുന്ന സത്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ച്. അതെ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. 2-3 ഞാൻ പറയാം. ഇനി പോലീസ് ഗോപാലിനെ പിടിക്കാതെ ഞാൻ എന്റെ വീട്ടിന്റെ കട്ടള വെക്കുന്ന പ്രശ്നമില്ല. അയ്യോ, എന്റെ സൈക്കിൾ എവിടെ? സൈക്കിൾ എവിടെ? എവിടെയാണ് എന്റെ വെച്ചത്? ഇതെന്താ ഒരു കത്ത് കുത്തി വെച്ചിരിക്കുന്നത്? അയ്യേ, ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടെ ഒരു എനിക്കിഷ്ടമല്ല. മനോഹരമായ സൈക്കിൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ, എന്റെ ഈശ്വര, ഇനിയിപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് എന്തോ പറയും? നമ്മുടെ രവിച്ചേച്ചി വിചാരിച്ച ഒരു സൈക്കിളല്ല, ഗൾഫിൽ നിന്ന് കപ്പൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇക്കണക്കിന് മൂത്രമൊഴിക്കാൻ തുണി മാറ്റി നോക്കുമ്പോഴേ ഞാൻ ഇത് മുറിച്ച് വിറ്റു എന്ന കുറിപ്പ് കാണുമെന്നാ എന്റെ പേടി. അല്ല പ്രസിഡന്റ്, ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂല. പിന്നെ കള്ളനെ കണ്ട കൂവുന്ന ഒരു കോഴിയുണ്ട്, അതിനെ കൊണ്ടുവന്നാലോ? കിഴക്കേതിലെ സരസമ്മയുടെ കോഴിയായിരിക്കും. ഒരു പട്ടാളക്കാരനെന്ന നിലയ്ക്ക് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഞാനിവിടെ ലീവിന് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഈ അക്രമം അനുവദിക്കരുത്. ഈ കട്ടിള ഗോപാലൻ എന്നൊക്കെ പറയുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് വെടിവെച്ചു കൊല്ലണം. സുഗുണൻ പറഞ്ഞതിനും കാര്യമുണ്ട്. പോലീസ് നിഷ്ക്രിയനായ ഈ അവസ്ഥയിൽ ഇവിടെ പട്ടാളം തന്നെ ഇറങ്ങണം. സുഗുണൻ ഉടനെ കമ്പി അടിച്ച് നാളെ തന്നെ പട്ടാളത്തോട് വരാൻ പറയും. അവർക്ക് താമസിക്കാൻ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് റെഡിയല്ലേ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അവരുടെ രുചിയൊക്കെ സുഗുണനല്ലേ അറിയൂ. അതുകൊണ്ട് ഭക്ഷണം സുഗുണന്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ പുഴ വഴി ഒരു ശ്രദ്ധ വേണം. അതിന് നേവിക്കാരും വന്നോട്ടെ. എന്തേ? ആയിക്കോട്ടെ. അപ്പൊ മൊത്തം എത്ര പേരുണ്ടാവും സൂട? അങ്ങനെ പെട്ടെന്ന് വിളിച്ചാലൊന്നും പട്ടാളക്കാർ വരില്ല. ഇതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളല്ലേ. ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പഞ്ചായത്തിൽ നിന്നും ഞാനൊരു കത്ത് തന്നാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക്
ഈ കട്ടള ഗോപാലനെ പൊക്കാൻ എന്റെ ബുദ്ധി മാത്രം മതി. ഈ ഗോപാലനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന? അവൻ കക്കും കുറിപ്പ് വെക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു ദിവസം ഉറക്കൊളിച്ചാണ് നമ്മുടെ വടക്കേലത്തെ ശ്രീധരനും വള്ളക്കാരൻ രാമനും നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. ബൈക്കിൽ ഒരു ഹെൽമെറ്റും വെച്ച് മിന്നല് പോലെ. മതി, ആ ക്ലൂ മതി. അപ്പൊ നമ്മൾ ആദ്യം ഒരുക്കേണ്ടത് അവനെ പിടിക്കാൻ ഒരു കെണി, ഒരു ട്രാപ്പ്. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നീങ്ങണം, പട്ടാള മുറയിൽ. അതിന് ദിവാകരേട്ടൻ ഞങ്ങളെ സഹായിക്കണം. ഞാൻ എങ്ങനെ? ദിവാകരേട്ടൻ ഇനിയും കട്ടള വെക്കണം. ഞാൻ ചത്താലും വെക്കൂല അവനെ പിടിക്കാൻ. അവനെ പിടിക്കാനാ? കട്ടള വെക്കാൻ ഞങ്ങൾ നാട്ടുകാർ ദിവാകരേട്ടനെ സഹായിക്കും. തേക്കിന്റെ കട്ടള, അതെ, ആരും കൊതിക്കും, ഒന്ന് തൊടാൻ ആഗ്രഹിക്കും. കൊത്തുപണി കട്ടള നിലമ്പൂരിലെ കൂപ്പിൽ നിന്നും 6 ആനകൾ ചേർന്ന് കെട്ടിവലിച്ചു കൊണ്ടുവന്ന തേക്കിൻ മരത്തിൽ നിന്നും 15 മുത്തേശാരിമാർ ചേർന്ന് കറഞ്ഞെടുത്ത 7 അടി നീളവും 4 അടി വീതിയും 8 അങ്കുലം കനവുമുള്ള ദിവാകരേട്ടന്റെ കട്ടള ഇന്ന് പൊങ്ങുകയാണ്. ഈ അനൗൺസ്മെന്റിന് പിന്നിൽ യാതൊരുവിധ നിർദ്ദേശവുമില്ലെന്ന് ഇതിനാൽ അറിയിച്ചു. ഈശ്വര, ഈ കിണിയിലെങ്കിലും ആ ഗോപാലൻ വീണേ. വീണേ, കെണിയിൽ അവൻ വീണേ, വീണ് വീണ്, അങ്ങനെ അവസാനം അവൻ വീണ്, അങ്ങനെ അവസാനം അവൻ വീണ് വീണ് വീണ്. ഗോപാലനോ? അല്ല, കണ്ടാ ഒരു മുട്ടൻ എലി ഇവനെ പൊയല് മുക്കി കൊല്ലാൻ കൊണ്ടുപോവാ. എന്നാ പിന്നെ ഇവിടെ ഇട്ടടിച്ചു കൊന്നൂടെ? അത് ശരിയാവില്ല. ഇവനെ എന്നെ കുറെ നാളിട്ട് വെള്ളം കുടിപ്പിച്ചതാ. ഇവനും വെള്ളം കുടിച്ച് തന്നെ ചാവണം. ആഹാ, എന്റെ അടുത്ത് ഇപ്പോഴീ കണ്ടതൊരു നിമിത്തമാണ്. മുക്രിയുടെ കെണിയിൽ വീണത് എലിയാണെങ്കിൽ നമ്മുടെ കെണിയിൽ വീഴേണ്ടത് ഒരു പുലിയാണ്. കട്ടള പൊക്കാൻ അവൻ വരും. എനിക്ക് തോന്നി നമ്മുടെ ചക്രവ്യൂഹത്തിൽ അവൻ പെടും. പുലിയോ? Come on, get ready. പട്ടാളക്കാരനോടാ കളി. ലക്ഷ്യത്തിലേക്കുള്ള എന്റെ പ്രയാണം എത്ര ദുഷ്കരമാണ്. എന്താ ഗോപാലന്റെ കരച്ചിലാണോ? ആയിരിക്കാനാണ് സാധ്യത. പേടിക്കണ്ട, പട്ടാളക്കാരന്റെ അതിബുദ്ധി. എന്താ? പുല്ലിൽ പൊതിഞ്ഞ് കിടന്നു, പശു വന്ന് കുട്ടിക്ക് അടിച്ചു. That's all. നിനക്ക് ഒരവസരം കൂടി ഉണ്ട് ഗോപാല. പറ ഗോപാല, നീ അല്ലേ ഗോപാലൻ? അയ്യോ, ഞാനല്ല ഗോപാലൻ, ഞാൻ ഹരിചന്ദ്രനാ. ഞാനൊരു കാർപ്പന്ററാ. പട്ടണത്തിൽ നിന്ന് ഇന്നലെ ജോലി അന്വേഷിച്ച് വന്നു നിന്നപ്പോ ഇവിടെ വന്ന ആ കട്ടളകൾ അടവെടുത്ത് തന്നാല് 500 രൂപ തരാന്നും പറഞ്ഞ് അളക്കാൻ ഒരു ടേപ്പും തന്ന് വിട്ടതാ ഒരുത്തൻ തന്നെ. ഞാനല്ല ഗോപാലൻ, എന്റെ അമ്മച്ചിയാണ്. ഞാനല്ല ഗോപാലൻ. നോണ പറയുന്നു. നീ തന്നെയാണ് കട്ടള ഗോപാലൻ. സ്റ്റേഷനിൽ നടിച്ചോണ്ട് പോയ 15 ലിറ്റർ സ്പിരിറ്റ് എവിടെയാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഒറ്റയടിക്ക് നിന്റെ കട്ടള ഞാൻ ഇളക്കും. അയ്യേ, അതിനെവിടെ കട്ടള എന്നാണ് പറയുന്നത്? എന്റെ 3 കട്ടളയാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? ചതിച്ചു. ദിവാകരേട്ടന്റെ വീട്ടിലെ പുതിയ കട്ടലുണ്ടല്ലോ, അതും ഗോപാലൻ കൊണ്ടുപോയി. കുറിപ്പ്. നല്ല ബെസ്റ്റ് കട്ടള ഇത് ഞാൻ കൊണ്ടുപോകുന്നു. തളരരുത് ഗോപാലൻ. എന്റെ ഈശ്വര, എന്റെ വീടൊരു പണി തീരാത്ത വീടായല്ലോ. അയച്ചോ, കെട്ടയച്ചോ, കെട്ടയച്ചോ, അയച്ചോ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഗോപാലൻ അല്ലെന്ന്. പിന്നെ ആരാടാ ഈ ഗോപാലൻ? Gobala,
തടി പോരല്ലോ ഗോപാല. നിലമ്പൂര് കൂപ്പിന്ന് 6 ആന പിടിച്ചു കൊണ്ടുവന്നല്ല അസല് തേക്കിന്റെ കട്ടലയാ. കാശട് കാശട്. 6 ആന കൂപ്പ് കോപ്പാണ്. അല്ല അടുത്ത ഉരുപ്പടി എന്തായിരിക്കും? വല്ലതും നീ കണ്ടുവച്ചിട്ടുണ്ടാ? എനിക്ക് ഓർഡർ പിടിക്കാനാണേ. തൽക്കാലം ഇനിയൊന്നും പിടിക്കണ്ട. ഈ ഊഞ്ഞാലാടി ഞാൻ വിടുക. ഗ്രാമക്കാര് വല്ലാണ്ട് ഉണർന്നു. എന്റെ ഗോപാല, നീ അങ്ങനെ പറയല്ലേ. ഇവിടെ നമ്മളൊന്നും നന്നായിട്ടൊരു കാര്യമൊന്നുമില്ല. ഈ നാട് നന്നാവൂല. അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നേ. ഇല്ല ഭാസ്കരേട്ടാ, ഇങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നെക്കാപ്പിച്ച മോഷണം കൊണ്ട് എന്ത് കിട്ടാനാ? ഇതൊക്കെ എന്റെ ഒരു തമാശയാ. കട്ട്ല മോട്ടിച്ചാലും ബാങ്ക് കൊള്ളടിച്ചാലും ഒക്കെ പേരൊന്നു തന്നെയാ, കള്ളൻ. അപ്പൊ നീ ബാങ്ക് കൊള്ളടിക്കാൻ പോകണം? ആ നോക്കണം. എന്റെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട് ഭാസ്കരൻ. കാശട് കാശട്. അവനാണ് ഗോപാലൻ. പിടിക്കവനെ. എടാ ഗോപാലൻ, ഞാൻ എന്റെ അമ്മേ. അവൻ ബൈക്ക് ഇറങ്ങിപ്പോയി. നമ്മ ജീപ്പ് കറക്കി. ആ ചേച്ചി, ഇത് ഗോപാലനാ. നിനക്ക് മതിയായില്ലേടാ? നീ കാരണം ഇങ്ങനെ 3 ദിവസം നാട്ടുകാർ പ്ലാവിൽ കെട്ടിയിരുന്നു. 2 ദിവസം കഴുത്തട്ടി വെള്ളത്തിലിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പഴാ തിരിച്ചു കിട്ടിയത്. ഇപ്പോഴേ എണ്ണയും കുഴമ്പും വരട്ടി കിടത്തിയിരിക്കുക. 7 ദിവസം ചവിട്ടി തിരുമണോന്ന്. എന്നാലേ ഇനി മൂത്രം പോകുള്ളൂന്ന്. ചേച്ചി, അതെ ഭാസ്കരേട്ടന് ഒന്ന് കൊടുക്കോ? ഹോ, ഇനി കൊടുത്ത് അങ്ങേര് ചത്തു. ആരാ വാസുകി? നിങ്ങളുടെ കാലൻ ഗോപാലൻ. ഞാനുണ്ടോ? ആഹാ, നീയായിരുന്ന? എവിടെന്നാടാ? എന്താ ചേട്ടാ കേക്കണേ? എന്താ പറ്റിയേ? എടത്തെണ്ടി, തൊണ്ടി മുതലല്ല അവന്മാര് കൊണ്ടുപോയി. ആളുകൾ കൈവച്ച് എന്റെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗശൂന്യമാക്കി. പോരാത്തൊരു കള്ളൻ എന്ന പേരും. ചേട്ടനൊരു വാക്ക് അവരോട് പറയാറുന്നില്ലേ? ഞാനല്ല ഇത് ചെയ്തത്, എനിക്ക് അതിനകത്തൊരു പങ്കുമില്ല, ഞാനൊരു പാവം നിരപരാധിയാണെന്നൊക്കെ. പിന്നെ വാതുറന്ന് എന്റെ അമ്മയെന്ന് വിളിക്കാൻ അവന്മാര് സമ്മതിച്ചില്ല. പിന്നീട് നീ പറഞ്ഞ ഇത്ര വലിയ ഡയലോഗ്. ഒന്ന് പോടാപ്പാ. കഷ്ടായി പോയി. പിന്നെ ഭാസ്കരേട്ടോ, അതെ ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണേ. പിന്നെ ആ കട്ട്ലയുടെ കാശ് എനിക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, നീ പെട്ടെന്ന് അഡ്രസ് പറ. മണി ഓർഡർ ആക്കണ്ട. ഞാൻ ഇവിടുന്ന് കുറച്ച് ആളുകളെ അങ്ങാടി വിടാം. അവിടെ തന്നെ നിന്നോളം, എങ്ങും പോകരുത്. അഡ്രസ് പറ, അഡ്രസ് പറ. പേനെടുക്ക് ഗോപാലൻ തെണ്ടിയ. വിടില്ല ഞാനവനെ. ഹലോ ഹലോ, പണി പാളിയാ. വായിൽ നോക്കാണ്ട് പണി തുടങ്ങണോ? മുടങ്ങാണ്ട് സ്റ്റേഷനിൽ പോയി ഒപ്പിടാനുള്ളതാണ്. നന്ദിയില്ലാത്തവൻ എന്നെ കൊലക്ക് കൊടുക്കാൻ അഡ്രസ് ചോദിച്ചത്. ആ കാശും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ടീച്ചറാ? ഒരു മിനിറ്റ്. എന്താ വീണത്? ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ഇഷ്ടമുള്ളൊരു കിളിയെ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ച് എന്ത് കിളിയാ? ഇക്കിളി. കാലിൽ സ്വാധീനമില്ലാത്തല്ല, അടിച്ചാലോ. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല.
ജീവിക്കാൻ സമ്മതിക്കല്ലോ, നീ കുറെ ഉണ്ടാക്കും. ഇവ ഇത്രയും പെട്ടെന്ന് ആളെ കൂട്ടിയോ? ഇവർക്ക് വേറെ വഴിക്ക് ഓടിക്കൂടെ? ഒക്കടാ തുണി. നിന്റെ പരിപാടി ഹലോ, നോർത്ത് പോലീസ് സ്റ്റേഷൻ, SI പുഷ്കര സ്പീക്കിംഗ്. ആണോ? അവനെ വിടരുത്, ഞാൻ ഉടനെ വരാം. പിന്നെ കള്ളന്മാരെ പിടിക്കലല്ലേ പോലീസിന്റെ പടി. അവന്മാരല്ലേ നമ്മുടെ ചോറ്. ആരാടാ പോലീസിനെ വിളിച്ചേ? ഞാനാ സാറേ. എന്താ പ്രശ്നം? ഇത് കണ്ടോ സാറേ, ഇതിവന് കോളനിയിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളാ. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, കുറെ നാളായി. ഇന്ന് അവനെ കൈ കിട്ടിയത്. എന്ന് വെച്ചേ ഇവനിങ്ങനെ തല്ലിച്ചേക്കാൻ എന്താ ബീഹാറോ? ഇവനെന്തെങ്കിലും സംഭവിച്ച നീ ഉത്തരം പറയോ? ഇവന്റെ കെട്ട കഴിച്ചേ നീ ആരാ? എവിടെ അത് ഞാൻ അതൊക്കെ ഇനി ശേഷം വന്നിട്ട് പറഞ്ഞാൽ മതി. ആരായാലും ഫോണോളെ വേഗം എടുത്തുടങ്ങട്. സാറേ മേലാ ചെയ്തു സാർ. PC ദിനകരനാ. ആളിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിപ്പോയോ സാറേ? സാർ ജീപ്പില്ലേ സാർ? എന്റെ അമ്മക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ഓട്ടോ എടുത്തിട്ട് വരാം സാർ. ഓക്കെ സാർ. സമയത്ത് ജീപ്പിലെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ വിളിക്കണോ? ഓട്ടോ ഓട്ടോ പണിയെടുത്ത് ജീവിച്ചൂടെ? നടക്കണം അങ്ങടെ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നിങ്ങളുടെ 20 സാധനങ്ങളൊക്കെ ഇട്ടെ നോർത്ത് സ്റ്റേഷനിലേക്ക് നീങ്ങി ഇരിക്കണം. അങ്ങടെ എനിക്ക് സൈഡിലിരിക്കണം. എന്താ തന്റെ പേര്? ലക്ഷ്മൺ. ദൈവത്തിന്റെ പേരിട്ട് ഇറങ്ങിയിരിക്കാം മോട്ടിക്കാൻ. സാറേ, സാറിന് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. എന്റെ അമ്മ എങ്ങാനും അറിഞ്ഞ. ഞാൻ പോലീസൊന്നുമല്ല. പിന്നെ തന്നെ പോലെയൊക്കെ തന്നെയാ പേര് ഗോപാലൻ. എന്തേ? അല്ല, ദൈവത്തിന്റെ പേരിട്ട് ഇറങ്ങിയിരിക്കാം മോട്ടിക്കാൻ അല്ലേ? ഈ ഉപകാരം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. തരാനായിട്ട് ഇപ്പൊ ഒന്നുമില്ല എന്റെ കയ്യിൽ. അതൊന്നും വേണ്ട. പെട്ടെന്ന് ഞാൻ എന്തോ ഓർത്തപ്പോ വണ്ടി എടുത്തോ. ശരി എന്നാ കാണാം. ഗോപാല, എന്റെ ഒരു സന്തോഷത്തിന് വെച്ചോളൂ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് തന്റെ ഒന്നുമില്ലെന്ന്? പറഞ്ഞപ്പോ ഒന്നും ഉണ്ടായില്ല. ഈ പേഴ്സാ ഓട്ടോക്കാരന്റെ പോക്കറ്റടിച്ചതാ. താനാള് കൊള്ളാലോടോ. ജീവിക്കണ്ടേ? ഏയ് നിന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്ന് വീണതാണമ്മേ. ശ്രദ്ധിക്കണ്ട മോനെ, എനിക്ക് വേറെ ആരാ ഉള്ളത്? അമ്മക്ക് ഞാനില്ലേ അമ്മേ? നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. കണ്ണു വെക്കല്ലേ, ഇതിൽ നന്നായിട്ട് അമ്മ ചുമച്ചോണ്ടിരുന്നതാ. എല്ലാരും കൂടി പറഞ്ഞു ചുമയാണ് സൗണ്ട് പറഞ്ഞു. എല്ലേ ഞാനമ്മേ? തള്ളേ കളിയാക്കല്ലേടാ. നീ വന്നോ? ഞാനൊന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിയതാ. സുരേനെടുത്ത് അപ്പുറത്തെ വീട്ടിലെയാ. ഞങ്ങൾക്കൊരു വലിയ സഹായോ. ഇത് കൂടെ ജോലി ചെയ്യുന്ന ആളാ? എന്റെ കൂട്ടുകാരനാ. അമ്മ ഒറ്റയ്ക്കായിരിക്കല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓടി വന്നതാ. നിങ്ങൾ ചോറെടുത്ത് കഴിച്ചോ? കുറച്ച് മീൻകറി ഉണ്ട്. എന്നാ ഞാൻ രാവിലെ വരാം. പിള്ളേരുടെ അച്ഛനെന്ന് നേരത്തെ വന്നിട്ടുണ്ടേ, അതാ. ആ ലക്ഷ്മണ, ഒന്നിങ്ങി വന്നേ. പിന്നെ അമ്മയ്ക്ക് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാറായെന്ന് തോന്നുന്നു. രാവിലെ നല്ല കരച്ചിലായിരുന്നു, പാവം. മരുന്നും കഴിഞ്ഞു. നാളെ ആശുപത്രി കൊണ്ടുപോകാം.
അമ്മയുടെ ചികിത്സക്ക് വേണ്ടിയിട്ടാ നാട്ടിൽ നിന്ന് ടൗണിലേക്ക് വണ്ടി കയറിയത്. ഇവിടെ വന്ന ആശുപത്രികൾ കയറി ഇറങ്ങിയപ്പോഴേക്കും വീടിന്റെ ആധാരം കൊണ്ട് ബാങ്കുകാർ പോയി. ഒരു നിലയുണ്ടായിരുന്ന ആശുപത്രി 3 നിലയായി. അമ്മ അത്യാസന്ന നിലയിലായെന്നല്ലാതെ ഒരു ഡോക്ടർമാർക്കും രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കി. ഇതാവുമ്പോ അടുത്ത ഒരു ഡോക്ടർ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചത്. ആ രോഗത്തിന് എന്റെ വായിക്കൊള്ളാത്തൊരു പേരും പറഞ്ഞു ഇംഗ്ലീഷിൽ. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ മോശമായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. എന്തായാലും ആഴ്ചയിൽ നമുക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് നമുക്ക് വേദന കൂടുമ്പോ ഒരു കരച്ചിലുണ്ട്, കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയാവും. ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി ഒന്നും വട്ടൊത്തുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. ഓപ്പറേഷന് നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാനീ പണി നിർത്തും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കടെങ്കിൽ പെട്ടിക്കട, ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ഇതൊക്കെയായി എന്റെ ആഗ്രഹങ്ങളും ഫ്ലാഷ് ബാക്കും. ഗോപാലിന്റെ അങ്ങനെ വലിയ കഥകളൊന്നുമില്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ ബാലിശാട്ടൊക്കെ തോന്നാം. പക്ഷേ അതിൽ നിന്നുണ്ടായ വേദന എൻ്റെ മാത്രം. ചെറുപ്പത്തിൽ ഒരു എഞ്ചിനീയർ ആവാനായിരുന്നു എൻ്റെ ആഗ്രഹം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് എക്സിബിഷന് ജില്ലയിൽ എനിക്കായിരുന്നു 1ാം സ്ഥാനം. ചിലപ്പോൾ എൻ്റെ നിയോഗം ഒരു കള്ളനാവാനായിരിക്കും. ഒന്നും മനഃപൂർവ്വമല്ല. ആദ്യം തോന്നിയ അമർഷം, പക, പ്രതികാരം. നാട്ടിലെ പേരുകേട്ട തറവാടായിരുന്നു എൻ്റേത്. അമ്പാടി തറവാട്. അച്ഛൻ അമ്പാടിയിലെ കൃഷ്ണൻ നായർ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. സമയദോഷക്കാലത്ത് എൻ്റെ അച്ഛന് തോന്നിയൊരു അബദ്ധം. ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് ചേർന്ന ഒരു ചെട്ടിക്കമ്പനി, നാട്ടുകാരുടെ കാശ്. ചെട്ടിക്കമ്പനി നല്ല നിലയിൽ അങ്ങോട്ട് വളർന്നു. എന്തിനു പറയണു, ഒരു ദിവസം അച്ഛൻ്റെ കൂട്ടുകാരങ്ങോട്ട് മുങ്ങി. പിന്നീട് അയാളെക്കുറിച്ച് ഒരു അറിവുണ്ടായിട്ടില്ല. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ അച്ഛനൊരു കള്ളനായി. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെ വീടിൻ്റെ ഉമ്മറത്തിട്ട് നാട്ടുകാര്. ഞാൻ കള്ളനല്ല, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. എൻ്റെ അച്ഛനെയും എന്നെയും തറവാട്ടിൽ നിന്ന് നാട്ടുകാരിറക്കി വിട്ടു. നാട്ടുകാരുടെ മുതൽ തിരിച്ചു കിട്ടാനായി പോലീസ്, കേസ്, കോടതി, ജപ്തി, ലേലം വിളി. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട് എനിക്ക് നഷ്ടമായി. നിരപരാധിയായ എൻ്റെ അച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനായ വേദനയിൽ ഒരു തുണ്ട് കയറിൽ ജീവനൊടുക്കി. അങ്ങനെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ, തറവാട്, വിദ്യാഭ്യാസം, പിന്നെ അങ്ങോട്ട് പട്ടിണിയും കഷ്ടപ്പാടും. പോരാത്തതിന് കള്ളൻ്റെ മോനെന്ന പേരും. ജീവിതം വഴിമുട്ടിപ്പോൾ എല്ലാവരോടും പകയായി. ആ ഗ്രാമത്തിനോടും അവിടുത്തെ നാട്ടുകാരോടും. എൻ്റെ ഉറക്കം കളഞ്ഞ് അവരുടെ ഉറക്കം കളയാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഊഞ്ഞാലടി ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞു. അവർക്കാർക്കും അറിയില്ല ഈ കട്ട്ല ഗോപാലൻ അമ്പാടി കൃഷ്ണൻ നായരുടെ മകനാണെന്ന്. മനസ്സിലിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ തറവാട് എനിക്ക് തിരിച്ചു പിടിക്കണം. അതിനെനിക്കും വലിയൊരു തുക വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തൻ്റെ ആദ്യ പാവമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക്. പക്ഷെ ഇത്രയും വലിയ തുക അതെങ്ങനെയാ? ഒരു പിടിയും കിട്ടുന്നില്ല. ശാസ്ത്രം വല്ലാണ്ട് വളർന്നു. നമ്മുടെ നാട്ടുമ്പുറത്തെ കള്ളന്മാര് അത്രയും വളർന്നിട്ടില്ല. അതിനൊത്ത് വളരണം. അതിന് കുറച്ച് കാശ് അത്യാവശ്യമുണ്ട്. പിന്നെ താമസിക്കാൻ ഒരു സ്ഥലം. അതിന് പറ്റിയ സ്ഥലം എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ ഇനിയുള്ള സൂര്യോദയം നമ്മുടേതാവട്ടെ.
എത്ര ദിവസത്തെ പ്രയത്നോ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുപാട് കാശുണ്ടാക്കാൻ. തട്ടിക്കൊണ്ടുപോകൽ. അത് കൊള്ളാം. എന്നെ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് 2 ദിവസമായിട്ട് ആരും അന്വേഷിച്ചാണ്ടായപ്പോ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്? എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം. അവരെ കൊണ്ട് താങ്ങുന്നില്ലത്രേ. അല്ല, നമ്മൾ ആരെ തട്ടിക്കൊണ്ട് വരാനാ? കണ്ടുപിടിക്കണം ഏതെങ്കിലും വലിയ വീട്ടിലെ പെൺകുട്ടികളെ. കല്യാണപ്രായമായ പെൺകുട്ടികളായാൽ ആ വീട്ടുകാർ പോലീസിലും പരാതി കൊടുക്കില്ല. അതവരുടെ ഭാവിയെ ബാധിക്കും. അത് ശരിയാ. പിന്നെ പറയണ കാശും തരും. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെന്നുള്ള വിഷമം നമുക്ക് വേണ്ട. മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടൊരു മോളെ തിരിച്ചേൽപ്പിക്കുന്നതിന്റെ പ്രതിഫലമല്ലേ നമ്മൾ വാങ്ങുന്നുള്ളൂ. 5-6 ലക്ഷം രൂപ. അതെ, ഈ നിമിഷം മുതൽ നമ്മൾ ഇറങ്ങുന്നു. ഈശ്വര, ഒരു കാശുകാരി പെണ്ണിനെ തന്നെ. എന്താ അവിടെ ആൾക്കൂട്ടം? മന്ത്രിയൊക്കെ വരുന്നുണ്ട്. സ്റ്റാർ ഹോട്ടലിന്റെ ഉദ്ഘാടനം. ഞങ്ങളുടെയൊക്കെ വയറ്റത്തടിക്കാൻ. അയ്യോ, ഞാൻ ഇതുവരെ ഒരു മന്ത്രി നേരിട്ട് കണ്ടിട്ടില്ല. കാണാനൊന്നുമില്ല നമ്മളെപ്പോലെ തന്നെ, പക്ഷെ ചെയ്താ ഭയങ്കരം. ഞങ്ങളൊന്ന് കണ്ടോ? മാറി. അവള് നമ്മളെ കണ്ട കാശോദിക്കും. മാർക്കും മാറും. നിമിഷം ഒന്നും കണ്ടില്ലേ? ചെറിയ സംരംഭമാണ്. ഈ ഹോട്ടലുകാർക്ക് പ്രാന്താടാ. ഇത്രയും നല്ല പെമ്പിള്ളേരുണ്ടായിട്ട് ഒരു മന്ത്രിയെ സ്വീകരിക്കുന്നത് ഒരു പോക്ക് കേസ്. സൂക്ഷിച്ച് സംസാരിക്കണം. ചേട്ടന്റെ പെങ്ങളാണ്. എന്റെ പെങ്ങളല്ല, അവർ ഈ ഹോട്ടലിന്റെ MD യാ. അവർക്ക് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പേര് ഡയാന. ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അവരുടെ ചേട്ടനാ ബാബു ജോൺ. അവളും നമ്മളെ പറ്റിച്ചല്ലേ. ഞാൻ വിടമാട്ടെ. ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് വിചാരിച്ചോ? ഇനി ഞാനായിട്ട് എന്തിനാ ആക്കണേ? നിർത്തടി MD. നീ ആരാന്നാ പറഞ്ഞേ? കാൽകളാ. ഞങ്ങൾ കാണിച്ചു തരട്ടെ നിന്റെ ഹോട്ടലിലെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ ശരിക്കും കാൽകളാണെന്ന്. ഈ ഗേൾ ഒന്ന് കോൾ ചെയ്താ എന്റെ ആളുകൾ ഇപ്പൊ എത്തും. പിന്നെ ഇവിടെ ഇടിയുടെ പൂരായിരിക്കും. അല്ല പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ എന്റെ സ്വഭാവം. ഇവിടെ അത് ശരി. ഒന്ന് കിട്ടിയപ്പോ പേടിച്ച് ബാക്കിൽ വന്ന് നിൽക്കാ. പോടാ, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇത് എന്റെ സ്ഥലമാ. മര്യാദക്ക് വേഗം വിട്ടോ. പിന്നെ ഇനി നിന്നെ ആരും തട്ടിക്കൊണ്ടു പോകാതെ നോക്കിക്കോ. ലക്ഷ്മണ സർ, പോലീസിനെ അറിയിച്ചാലോ? നോ. ഹലോ, ഇന്ന് സന്ധ്യയ്ക്ക് 10 ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് സെന്റ് ജോർജ് പള്ളിയുടെ സെമിത്തേരിയിൽ ജോൺ ലൂക്കാസിന്റെ ശവക്കല്ലറയിൽ കൊണ്ടുവയ്ക്കണം. എന്റെ ആളുകൾ അത് വന്നെടുക്കും. അതിനുശേഷം നിങ്ങളുടെ അനുജത്തെ ഞങ്ങൾ വിട്ടുതരും. നാളത്തെ കാര്യം മുൻനിർത്തി നോക്കുമ്പോൾ നിങ്ങൾ പോലീസിൽ അറിയിക്കില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. ഓക്കേ, ബൈ. എനിക്കിത് മതി. ഇതെന്നെ നല്ല രീതിയിൽ അറിയുന്ന ആരോ ആണ്. കാരണം നാളത്തെ കാര്യം അവർക്ക് വ്യക്തമായി അറിയാം. അതാ സാർ ഞാൻ പറഞ്ഞ ഇതേതോ ലോക്കൽ പാർട്ടിയാണെന്ന്. അതുകൊണ്ട് സാർ പോലീസിനെ വിളിക്കേ. നോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ആവശ്യം ഒരു പോറിന് പോലും ഏൽക്കാതെ അവളെ തിരികെ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ക്യാഷ് അറേഞ്ച് ചെയ്യൂ. ശരി സാർ. ഓക്കെ. അല്ല, എന്തേ നാളത്തെ സംഭവം? നാളെ എന്റെ മനസ്സമ്മത. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കോന്തനുമായി. ചേട്ടന്റെ ഏതൊരു കൂട്ടുകാരനാ. 6 feet ഹൈറ്റ്, വെൽ ബിൽഡ്, MBA ഫ്രം ലണ്ടൻ ആൻഡ് സോ ഓൺ. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എനിക്ക് അയാളെ കണ്ടുകൂടാ. കണ്ടുകൂടാൻ പറ്റാത്ത വിഷമമെങ്കിൽ ഒരു കണ്ണു ഡോക്ടറെ കാണിച്ചൂടെ? ലക്ഷ്മണ, എനിക്കിഷ്ടമല്ലാന്ന്. എനിക്കിഷ്ടമുള്ള ഒരാളുണ്ട്, മൈ മാൻ സൂരജ്. നാളെ ഞാൻ അവന്റെ അടുത്തേക്ക് പറക്കും. പിന്നെ ഞങ്ങളുടെ ലോകം. സൂരജ് ഇസ് മൈ അസറ്റ്. അയ്യോ, കെട്ടാമോനാണ് അസറ്റ് എന്ന് പറയരുത്. അസത്തല്ല, അസറ്റ്. എന്റെ ലൈഫിലെ സമ്പാദ്യം. കണ്ട, അതിന്റെ അർത്ഥം അതാണെന്ന്. എന്റെ തൽക്കാലമുള്ള ആവശ്യത്തിനായി ഈ പൈസ.
ഇത്രയും പൈസ ഞാൻ എന്റെ ചേട്ടനോട് എന്ത് പറഞ്ഞു വാങ്ങും? അതിന് ഞാൻ കണ്ട ഐഡിയ കിഡ്നാപ്പിംഗ്. പെട്ടെന്ന് ഇയാളങ്ങനെ പോകുമ്പോ അച്ഛനമ്മയ്ക്കൊക്കെ പ്രയാസാവില്ലേ? അവരൊരു കാർ ആക്സിഡന്റിൽ പോയി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ എല്ലാം എന്റെ ചേട്ടനാ. അതൊരു പാവം. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനും സൂരജും കൂടി വരുമ്പോ ചേട്ടന്റെ മനസ്സലിയും. പിന്നെ എല്ലാം ക്ലീൻ. ഈ ശിംതേരിക്ക് വരുമ്പോ വല്ല ചായക്കടയും പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഞാൻ ആ പെണ്ണ് പറഞ്ഞല്ലേ പറഞ്ഞുള്ളൂ. ഈ ജോൺ ലൂക്കാസിനെ ആ പെണ്ണിനെ എങ്ങനെ അറിയാ? ഇയാളുടെ ശവക്കലർ എവിടെയാണോ? ഞാൻ ആ പെട്ടിക്കടയിൽ പോയി ചോദിച്ചാലോ? നോക്കടാ, ആന്റണി റിപ്പർഡേടാ. RIP, റെസ്റ്റ് ഇൻ പീസ്. ഓ അതാണ്. എന്റെ കൂട്ടുകാരന്റെ കല്ലറമ്മ RIPP എന്നാ എഴുതി വെച്ചേക്കണത്. അതെന്താ? അവനെ പാർട്ടിക്കാര് വടിവാലിന് വെട്ടി പീസ് പീസാക്കി കൊന്നത്. അതാണ് RIPP, റെസ്റ്റ് ഇൻ പീസ് പീസ് പീസ്. പുറകിൽ ആരെങ്കിലും ഉണ്ടോ? നിന്റെ പുറകിൽ ഞാനല്ലേ? എന്റെ അല്ല, നമ്മുടെ പുറകില്. തിരിഞ്ഞു നോക്കടാ. ഞാൻ നോക്കൂല, വെറുതെ വല്ലതും കണ്ട് പേടിച്ചിട്ട്. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നോക്കാം. 1 2 3 4 5 6. തിരിഞ്ഞു നോക്കണം. അയ്യേ, എനിക്ക് തോന്നിയതാ. നിന്റെ തോന്നല് മനുഷ്യന്റെ പെടല് കളഞ്ഞ്. സോറിടാ. കാശ് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും ചിന്തയിലേക്ക് വരില്ല. ജോൺ ലൂക്കാസ്, ഇതിന്റെ അടുത്ത് എവിടെയാണാവോ ബാഗ് വെച്ചിരുന്നെ? ശരിക്കും നോക്കടാ. ബാഗ് പറഞ്ഞ പോലെ ബാഗ് തുറക്ക്. കണ്ടിട്ട് തയ്ച്ചിട്ടുണ്ടെന്ന് തോന്നണം. ഇതിൽ 8 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കുന്ന ആലോചിക്കുമ്പോഴാ ബാഗ് ഞാൻ എടുക്കാം. നിനക്കൊരു ഉത്തരവാദിത്വമില്ല. ശരി, വേഗം എടുക്കുക. എന്താടാ? ജോൺ ലൂക്കാസ് ബാഗ് പിടിവിടുന്നില്ലടാ. തിരിഞ്ഞു നോക്കടാ. ഞാൻ നോക്കൂല. കുരിശ് ഇപ്പഴാ ശരിക്കും കുരിശായത്. സൂക്ഷിച്ചു വാ. ഓഹരി വിപണി ഇടിഞ്ഞു വീണ് മരിച്ചവർ എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു? എന്റെ കർത്താവേ, ഞങ്ങളുടെ ഡയാനമ്മളെ കാത്തുരക്ഷിക്കണമേ. അവൾക്ക് ഒരാപത്തും വരാതെ എത്തിച്ച 1000 മെഴുകുതിരി നിന്റെ കൽക്കൽ കത്തിച്ചേക്കാം. നാണമില്ലല്ലോ നിനക്ക്? അവളെ സൂക്ഷിച്ച് പുറത്തു വിടണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടിപ്പോ കർത്താവിനെ വിളിച്ച് കരയുന്നു. ബിസിനസ്സിൽ അത്രയും ശത്രുക്കളുള്ളതാ. താൻ ഒന്നുകൂടെ നമ്പർ വിളിച്ചു നോക്ക്. സാർ, ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇത്രയും നേരായ സ്ഥിതിക്ക് എന്റെ മോളെ കർത്താവ് കാത്തു. അവിടെ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും മോളിച്ചില്ല? സാർ, ഞാൻ മോളെ, are you okay? ആ ചേട്ടാ, ഞാൻ ശരിക്കും പേടിച്ചു. യു സേവ് മൈ ലൈഫ്. താങ്ക്സ് എ ലോട്ട് ചേട്ടാ. Don't be silly. ചേട്ടനാ ശരിക്കും പേടിച്ചത്. മോളുവാ. നാളെ മനസ്സമ്മതത്തിന് എല്ലാരും വരുമ്പോ ഞാൻ എന്ത് പറയുമെന്നായിരുന്നു. ഇതൊരു കല്യാണം മാത്രമല്ല മോളെ, ഒരു ബിസിനസ് കൊളാബറേഷൻ കൂടിയാ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത്. സോറി ചേട്ടാ. സോറി ഫോർ എവറിത്തിങ്. Hey, what's wrong with you? Go and relax. Good night. Good night. എന്നാടി? നമ്മുടെ ഡയാന മോള്. ഗോപാല, 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 ഗോപാല. എന്താടാ? എടാ, ഗിരിനഗറിലെ ഇൻവെസ്റ്റേഴ്സ് ബാങ്ക് ഇന്നലെ ആരോ കയറി മോഷ്ടിച്ചെന്ന്. അത് നമ്മളല്ലേ മോഷ്ടിച്ചത്? അതല്ലടാ, നമ്മൾ കയറി മോഷ്ടിച്ചതിന് ശേഷം വേറെ ആരും അവിടെ കയറി ആ ബാങ്ക് മുഴുവൻ കുത്തി തുറന്ന് മോഷ്ടിച്ചെന്ന്. സ്വർണവും കാശും എല്ലാം കുറെ കോടികളുണ്ടത്രേ. ഇപ്പൊ ചായക്കട ടിവിയിൽ ഞാൻ കണ്ടു നമ്മളുടെ പടം. ബാങ്കിന്റെ അകത്ത് നമ്മ നിൽക്കുന്നു. പോലീസ് നമ്മളെ തെരയുന്നുണ്ടത്രേ. അതിന് നമ്മള് എടാ, നീ ഫയലും കിടത്തേ. ഇത് ചതിയാ. അപ്പൊ അവിടെ എന്തുണ്ടായത്? ദൈവമേ, ഇതൊക്കെ ചെയ്ത് ആരാ ഈശ്വര? നമ്മള്
ഇനി ഇവിടെ വായം പൊളിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. പോലീസ് വരുന്നതിന് മുമ്പ് വേഗം പോണം. പൈസ ഒക്കെ എടുത്തോ. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്തിനു ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കണേ? കഥയുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ബാബു ജോൺ, ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ ചെയർമാൻ. ചാക്കോയെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനാ. പിന്നെയും കൺഫ്യൂഷൻ അല്ലേ? അതെന്തിനാണെന്ന് പറയാം. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം അടിച്ചെടുത്ത മിടുക്കന്മാരല്ലേ നിങ്ങൾ? സെമിത്തേരിയിൽ നിങ്ങൾ കാശെടുക്കാൻ വന്നപ്പോൾ എന്റെ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്തിരുന്നു. ആ 10 ലക്ഷം കൊണ്ട് ഞാൻ നേടിയത് 2 മണ്ടന്മാരെ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട 10 കോടി വില മതിക്കുന്ന കളവ് മുതൽ ഇപ്പൊ എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അത് ഞാനാ മോഷ്ടിച്ചത്. ബിസിനസ്സിന് ഒരുപാട് പൈസയ്ക്ക് ആവശ്യം. എന്നും പ്രശ്നങ്ങളാന്നേ. ഞാൻ ആലോചിച്ചപ്പോ നാട്ടുകാരുടെ പൈസ എന്റെ കയ്യിൽ ഇരിക്കുമ്പോ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ബുദ്ധിയിൽ ഞാൻ കണ്ടെത്തിയ വഴിയാ. കാശ് ഞാൻ എടുക്കുന്നു, പോലീസിനും നാട്ടുകാർക്കും കാട്ടിക്കൊടുക്കാൻ നിങ്ങളും. അതിന് ഞാൻ ആദ്യം എന്റെ ബാങ്ക് ഒരു വൻ തുകയ്ക്ക് ഇൻഷുർ ചെയ്തു. തുടർന്ന് നിങ്ങളെ കൊണ്ടൊരു മോഷണ നാടകം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണവും പണവും ആ വാല്യൂവിനുള്ള ഇൻഷുറൻസ് തുകയും എനിക്ക് സ്വന്തം. ഇറ്റ്സ് സിമ്പിൾ and I am safe. എടാ പട്ടി! ആരെയും മേല് തൊട്ട് വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞൂടെ? സോറി കേട്ടോ, സോറി. ചാക്കോ സാർ, ഇവർക്ക് എത്രയാ കൊടുത്ത്? 56 ഇടി, കൂമ്പിന് 4 കുത്ത്, ഈ 2 ചവിട്ട്. എടോ, മുമ്പ് അഡ്വാൻസ് പണമായി ഇവർക്ക് എത്ര കൊടുത്തു? 2 ലക്ഷം. അപ്പോ ബാക്കി 3 ലക്ഷം. ഓക്കെ. കണക്കുകൾ ഒരിക്കലും എനിക്ക് പഠിക്കാറില്ല. അതെനിക്ക് നിർബന്ധ. പിന്നെ ടിവിയിലൊക്കെ നിങ്ങളുടെ പടം വന്നുകൊണ്ട് ഇനി ഇവിടെ വിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് എനിക്ക് പ്രശ്ന. ഹേയ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ വളരെ സേഫ് ആയ സ്ഥലത്ത് ഞാൻ എത്തിക്കും. എന്നെ സഹായിച്ച ആളുകളല്ലേ നിങ്ങൾ. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. ഇനി ഈ കേസിൽ സാക്ഷികളില്ല, തെളിവുകൾ വേണ്ട, പ്രതികളും വേണ്ട. അതിങ്ങതാടോ. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. ലക്ഷ്മണ! കൊണ്ട് കാണുമോ സാറേ? എന്തായാലും രക്ഷപ്പെടില്ല. ഇവിടെ നല്ല ആഴവും അടിയൊഴുക്കുള്ള സ്ഥലമാണ്. പിന്നെ തീരത്ത് കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ ആളുകളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ സാർ.
നിർത്ത് പുറത്ത് നിർത്തിയാ മതി, വീട്ടിനകത്തോട്ട് ഇടിച്ച് കയറ്റണ്ട. ആ നിർത്ത് സ്നേഹിത. ആ ഭാഗ്യം. എന്തായി? നാരങ്ങ സോഡ. തല്ലിപ്പൊളി പേന. നാരങ്ങ സോഡ 7 രൂപ 50 പൈസ. പണപ്പെരുപ്പം ഭയങ്കരം തന്നെ. നെയ്ച്ചോറ് 22 രൂപ 50 പൈസ. കോലച്ചോറ്. ചായ വട 10 രൂപ. അയ്യോ ഇതുവരെ ഇല്ലാത്ത മുടിഞ്ഞ പൊരിഞ്ഞ വെയില്. ഒരു കുട വാങ്ങി 145 രൂപ. വെയില് പറയുമ്പോ ഞാനത് ഭാതി വിലക്ക് വിറ്റ്. പിന്നെ രാത്രിയിലൊക്കെ ആഹാരം 200 രൂപ. എനിക്കൊരു പൈന്റ് 125 രൂപ. പിന്നെ ആട്ടോ 80 രൂപ. ഞാൻ അവന് 100 കൊടുത്ത് പോട്ട് പുല്ല്. എല്ലാം കൂടി നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ കാശ് 606 രൂപ. കണക്കപ്പൊ എഴുതില്ലെങ്കിൽ മറക്കും. എന്റെ ലുങ്കിയും ബനിയനും അതിന്റെ 250 ലുങ്കി ഫ്രീ. അപ്പോ 606ഉം 250 മൊത്തം 856. ഒരു റൗണ്ട് ഫിഗർ ആവുമ്പോ 900. എന്റെ കണക്ക് തീർക്കുമ്പോ നീ തന്നേക്കണം. അല്ല പോയ കാര്യം എന്തായി? പോയ കാര്യം നീ മുട്ടുമാറ്റ സാധനം എടുത്ത് നോക്കിയിട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? നീ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത ആള് കൊള്ളാം. ഇതിലും ഭേദമല്ല ബാംഗ്ലൂർ മെയിലിനും തലവെക്കുകയായിരുന്നു. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാണ്. മോനെ നീ വേഗം ഈ നാട് വിടുന്നതാണ് നിന്റെ ഹെൽത്തിന് നല്ലത്. അവനുമായി മല്ലിടാൻ നിന്നാലേ കാട്ടുപോത്തുമായി ആട്ടും കുട്ടി കൊമ്പ് ഓർത്ത പോലെ ഇരിക്കും. എന്റെ തരികിട ബാച്ച് പോലുള്ള അന്വേഷണത്തിൽ അതിൽ കിടിലോൾ കിടലൻ തന്നെ ഉഗ്രോഗ്രൻ ഉറപ്പാണ്. നമുക്കിത് വേണോ മോനെ? വിട്ടുകളാ. നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അത് ഓരോന്നോരോന്ന് അയാൾ അറിയും. അയാളുടെ കുടുംബം ഒരു ഭാര്യ ഒരു കുട്ടി. കാർമ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെങ്ങളുണ്ട് ആരാണ്ടോട് ഒളിച്ചോടി പോയി. ലക്ഷ്മണന്റെ അമ്മ അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എന്തേ? അവര് നല്ല രാവിലെ മരിച്ചു. മോൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയാ മരിച്ചതാ പറഞ്ഞു കേട്ടത്. അവിടെ ആൾക്കാരുടെ സംശയം നിന്നെ തന്നെയാ. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. നാളെ വാസുണ്ണൻ ബാബുജോന്റെ ഓഫീസ് വരെ ഒന്ന് പോണ്ടി വരും. Sir, our annual budget program is subversed into extension and infrastructure management on a record base of 5 crore rupees. Okay, what's next? Sir, budget plan is... Excuse me. Sir. Yes? Sir, you've got a call. Connect me through. Yes, you were saying. Who is this? നിർത്തടാ നിന്റെ അമ്മയെ കിട്ടിച്ച ഇംഗ്ലീഷ്. ആരാ ഇത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും നീ സംസാരിക്കലോടാ പന്നി. എന്നാ കേട്ടോ, നിന്റെ ഗിരിനഗർ ബാങ്കിലെ കാശും പണ്ടവും നീ മോട്ടിച്ചു കൊണ്ടുപോയപ്പോ അതിന്ന് വഴുതി പോയൊരു നാണയം ഗോപാലൻ. നീ കാരണം എനിക്കിപ്പോ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. നിന്റെ പതനം. അതിന് തറക്കല്ലിടാൻ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ഇപ്പൊ വരണം. എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല. മിനിറ്റിന് ലക്ഷങ്ങളാ. പിന്നെ നിനക്ക് വേണ്ടി ഇപ്പോ ഞാൻ ചെലവഴിച്ച നിമിഷങ്ങൾ ഒരറവ് മാടിനോട് കശാപ്പുകാരൻ കാണിച്ച അവസാന ദയയാണെന്ന് കൂട്ടിക്കോ. എന്നാ എടാ കോപ്പിലെ കശാപ്പുകാരാ, ഞാനും നിമിഷങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് വില നൽകിക്കൊണ്ടിരിക്കുക. നമ്മളുടെ രണ്ടുപേരുടെയും സമയത്തിന് ഇത്രയധികം വിലയുള്ളതുകൊണ്ട് ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. നിന്റെ ജോലിക്കാരൻ ഇപ്പൊ ഒരു ക്ഷണക്കത്തോണ്ട് വരും. അത് കാണുമ്പോ നിനക്ക് മനസ്സിലാവും എവിടെ നീ വരേണ്ടതെന്ന്. My God. ആ കാർമൽ സ്കൂളിൽ നിന്ന് കണക്ട് ചെയ്യും. ഹലോ പ്ലീസ്, അത്യാവശ്യമായിട്ട് 2C രേഷ്മ ബി ജോണിൽ നിന്ന് കിട്ടണം. സാറേ, ഇപ്പൊ ഇന്റർവെല്ല. കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിലാ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും. ഷിറ്റോ, സുരേഷ് ഗോപി ആണെന്ന് തോന്നുന്നു. മോളെ
എവിടുന്നായി ചോക്ലേറ്റ്? പപ്പ പറഞ്ഞിട്ടില്ലേ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്? മോള് ക്ലാസ്സിൽ പിക്ക്. ചാക്കോ, ഇനി നാളെ മുതൽ നമ്മളുടെ ആരെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ബി കെയർഫുൾ. ഹലോ ഗോപാലൻ, യു കൊച്ചുകുട്ടിയെ കരുവാക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യാൻ നിന്റെ അത്രയും ചെറ്റയല്ലടാ ഗോപാലൻ. പക്ഷേ നീ പേടിച്ചു. സമയത്തിന് ലക്ഷങ്ങളുടെ വിലയുള്ള നീ ശരിക്കും പേടിച്ചു. വെറും കള്ളനും പിടിച്ചു പറിക്കാനുമായി നിനക്ക് എന്റെ കൊച്ചിന്റെ ഐഡന്റിറ്റി കാർഡ് പിടിച്ചു പറിക്കാനേ കഴിയൂ. അതാ നിന്റെ മാക്സിമം. ഓ, അങ്ങനെ സമാധാനിച്ചോ? സമാധാനമായിട്ടിരുന്ന് ചായ കുടിച്ചോ? ആ ചത്ത പല്ലിയെ നിന്റെ ചായ കപ്പിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട്. അത്ര അടുത്താ ഞാൻ. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ. ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ. നല്ല ചിമിട്ടം പണി. ഹലോ. വാട്ട്? മൈ ഗുഡ്നസ്. എപ്പോ? ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ രവിപുര ശാഖയാണ് ഇന്നലെ രാത്രി കൊള്ള ചെയ്യപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ കൗശലകരവും അതീവ ജാഗ്രതയോടെ ചെയ്ത ആദ്യ ബാങ്ക് കൊള്ളയെ കണക്കാണ്. പോലീസ് സംശയിക്കുന്നു. വളരെ അനായാസമായി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സംഘമാണ് പോലീസ് പ്രത്യേക സംഘം ഇന്ന് എത്തുമെന്നാണ്. സർ, ഈ ബാങ്ക് റോബറിയെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? സോറി, ഇറ്റ്സ് ഓക്കെ. എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? ക്യാഷ് 15 lakhs ഉണ്ടായിരുന്നു. പിന്നെ ഓർണമെന്റ്സ് വേറെ ലോക്കറിലായിരുന്നു. അത് പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞത് 40 ലക്ഷം. നോൺസെൻസ്. കണക്കിൽ 15 ലക്ഷം, എന്നിട്ട് 40 ലക്ഷം എന്ന് പറഞ്ഞാൽ ബാക്കി 25 ലക്ഷത്തിന്റെ കണക്ക് തന്റെ അപ്പനുണ്ടാക്കോ? പുറത്തു പോയി. എന്നാൽ ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടായിട്ടും എങ്ങനെയാണോ ഇത്? സാർ, അകത്തോട്ട് കയറിയതും പുറത്തോട്ട് ഇറങ്ങിയതും എങ്ങനെയാണെന്ന് അറിയില്ല. രണ്ടുപേരെ ക്യാമറയിലുള്ളൂ. പിന്നെ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് വിഷ്വൽ ബ്ലേഡ് ആക്കി. സാറേ, കമ്മീഷണർ വരുന്നുണ്ട്. പുതിയ ആളാ. ബുൾഷിറ്റ്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഗുഡ് മോർണിംഗ്. വിനോദ് ഇബ്രഹാം. ബാബു ജോൺ. സർ. സോ മിസ്റ്റർ ബാബു ജോൺ, ഈ കേസിൽ ആരെങ്കിലും സംശയമുണ്ടോ? നോ. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ സംശയിച്ചാൽ? നോ വേ സർ. എന്റെ കൂടെയുള്ളവർ അത്രയ്ക്ക് വിശ്വസ്തരാണ്. ഓക്കെ. ബട്ട് ഇറ്റ്സ് an impeccably planned and well executed robbery. I mean an intelligent operation. സോറി, എനിക്ക് മിസ്റ്റർ ബാബു ജോണിന്റെ മുഴുവൻ കോപ്പറേഷനും ഈ കേസിൽ വേണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നടക്കുന്ന രണ്ടാമത്തെ റോബറി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗിരിനഗറിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ നടന്ന മോഷണവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആ കേസിലൊരു പ്രതി ഇപ്പോൾ ഒളിവിലാണ്. What do you think? എന്താണ് അടുത്ത കാലത്തായി നിങ്ങളുടെ ബാങ്ക് മാത്രം ടാർഗറ്റ് ആവുന്നത്? സർ പ്ലീസ്, എനിക്കറിയില്ല. എനിക്ക് പരാതിയില്ല. ഹൗ ഫൂളിഷ്. ഫൂളിഷ്നെസ് ആയിട്ട് കമ്മീഷണർക്ക് തോന്നാം. യു നോ, ഐ എം എ റെപ്യൂട്ടഡ് ബാങ്കർ. ഈ ബാങ്കിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നേ ഞാൻ പറയൂ. കണ്ടിന്യൂസ് ആയി എൻ്റെ ബാങ്കുകളിൽ റോബറി ആണെന്ന് ന്യൂസ് ഫ്ലാഷ് ചെയ്താൽ അതെൻ്റെ ഫേമിനെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഒരുപാട് ആളുകൾ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബാങ്കായത്. ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ തുക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. ഇന്നത്തെ ഇൻസിഡന്റ് കൂടെ ആയപ്പോൾ ഇൻഷുറൻസ് ഏജൻസി ഞങ്ങളുമായുള്ള ഫർദർ ഡീലിംഗ്സ് വിഡ്രോ ചെയ്യാൻ നിൽക്കുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. നോ മിസ്റ്റർ ബാബു ജോൺ, പോലീസിന് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ പ്രോബ്ലം ആൻഡ് ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ബട്ട് വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും.
ഇനി നിനക്ക് ഉറക്കമില്ലാത്ത നാളുകളാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗോപാലൻ. Follow. Come on, come on. Follow. Get. വണ്ടി എവിടെ നോക്കിയാ വണ്ടി ഔട്ടണത്? പോടാ വണ്ടി തട്ടി കൊണ്ട് തെറ്റിപ്പോയാ. എന്താണാവോ ഇതില്? എന്താടാ ആരുടെയോ കയ്യിൽ നിന്ന് പോയതാ. ഗ്ലൗസാ? മാമൻ ഇപ്പൊ വരാ. ആ കോട്ട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പണത്തിന് രേഖകളുടെയും തെളിവിന്റെയും ഒന്നും ആവശ്യമില്ല ഫാദർ. ഈ പള്ളിവക വൃദ്ധസദനത്തില് മക്കളും കൂടപ്പിറപ്പുകളും ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും ഈ തുക ഉപകരിക്കും. അവരറിയാത്ത ഈ മകന് വേണ്ടി അവരുടെ പ്രാർത്ഥനയും ഉണ്ടാകും. കർത്താവ് നിന്നോടൊപ്പമുണ്ട്. എന്നാ വരട്ടെ ഫാദർ. ശരി. അല്ല, പേര് പറഞ്ഞില്ല. പേരിലേക്ക് എന്തിരിക്കുന്നു ഫാദർ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലടി? പറ, എന്ത് തെറ്റാടി ഞാനും എന്റെ കൂട്ടുകാരൻ നിന്നോട് നിന്റെ ചേട്ടനോട് ചെയ്തത്? എന്തിനാണ് നിന്റെ ചേട്ടൻ എന്നെ കൊല്ലാൻ നോക്കിയത്? ആ പാവത്തിനെ കൊന്ന് കടലിൽ തള്ളിയത്? പറ, എന്തിനാന്ന്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനെ മാത്രമല്ല, അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എന്തിന്? എന്റെ പപ്പയും അമ്മയും വരെ. മാളിയേക്കൽ ജോൺ സാമുവലിനും ഭാര്യ മേഴ്സിക്കും ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോ പറ്റിയ ഒരു അബദ്ധം. ദത്തുപുത്രൻ ബാബു ജോൺ സ്വന്തം മോനെ പോലെയാ വളർത്തിയത്. അത്ഭുതങ്ങള് സംഭവിക്കാന്നൊക്കെ പറയില്ലേ? ഒരിക്കലും കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് കരുതിയിരുന്ന പപ്പയുടെയും മമ്മയുടെയും ജീവിതത്തിലേക്ക് വൈകി വന്ന ഒരു കുഞ്ഞ്, അതാണ് ഞാൻ, ഡയന ജോൺ. ഞാൻ ജനിച്ചിട്ടും രണ്ടുപേരെയും പക്ഷാഭേദം ഇല്ലാതെ അവർ വളർത്തി. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിന്ന ഞങ്ങളുടെ വീട്ടില് ഒരാളുടെ ഭാവമാറ്റം ആരും ശ്രദ്ധിച്ചില്ല. താനൊരു ദത്തുപുത്രനാണെന്ന് ആരിൽ നിന്നോ മനസ്സിലാക്കിയ അയാള് ഇത്ര വലിയ ക്രൂരനാവുമെന്ന് ഞങ്ങളാരും സ്വപ്നത്തെ പോലും കരുതിയില്ല. ഈ അടുത്താ ഞാൻ അറിഞ്ഞത്. എന്റെ പപ്പയും അമ്മയും മരിച്ചത് അയാള് സൃഷ്ടിച്ചെടുത്ത ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നത്. എന്നിട്ട് അയാൾ എന്നെ പൊന്നുപോലെ നോക്കിയത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും അയാൾ പറയുന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തത് എന്റെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നെന്ന്. നിങ്ങളുടെ അടുത്തുനിന്ന് പണമായിട്ട് ഞാൻ പോയില്ലേ? പിറ്റേന്ന് വെളുപ്പിന് ഞാൻ സൂരജുമായി സ്ഥലം വിട്ടു. എന്റെ സൂരജിനെ അയാള്
അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്കിപ്പോ പപ്പയില്ല, മമ്മയില്ല, ആരുമില്ല. ആത്മഹത്യ ചെയ്യാനുള്ള പേടിയുണ്ടാ. ഈ പാവങ്ങളെ സഹായിച്ച് ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടെ ഇങ്ങനെ എത്ര നാളത്തേക്കാന്ന് അറിയില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ബാബു ജോൺ, എന്നിട്ട് സ്വയം ശിക്ഷ അനുഭവിക്കുന്നത് മുഴുവൻ താനും. തനിക്ക് അവകാശപ്പെട്ട തന്റെ പപ്പയുടെ മമ്മയുടെ സ്വത്തുക്കൾ അയാൾക്ക് വിട്ടുകൊടുത്തിട്ട് വിധിയാണെന്നും പറഞ്ഞ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ മാറിയിരുന്ന് കരയാനാ പോകുന്നേ. പിന്നെ എന്ത് ചെയ്യാനാ? ഞാനൊരു പെൺകുട്ടിയായി പോയില്ലേ? അതിന് താൻ പ്രതികരിക്കണം, ബുദ്ധി ഉപയോഗിച്ചെല്ലാം തിരിച്ചു പിടിക്കണം. ശരിക്കും പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഒരേ വണ്ടിയിലെ യാത്രക്കാരാ. ഒറ്റ ലക്ഷ്യം, ബാബു ജോൺ. അയാൾക്കെതിരെയുള്ള ഈ യാത്രയില് താൻ കൂടുന്നു എന്റെ കൂടെ. ഹലോ ഗോപാലൻ. യു ബാസ്റ്റഡ്. അത് നീ കണ്ണാടി നോക്കി വിളിച്ചാ മതി. എല്ലാ അർത്ഥത്തിലും നിനക്കേ ആ പേര് ചേരൂ. കേട്ടോടാ ദത്തുപുത്ര. നീ നിന്റെ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ പേരിൽ മോഷ്ടിച്ച പണ്ടവും പണവും പിന്നെ നീ ചെയ്ത കൊലപാതക കുറ്റവുമേറ്റ് പോലീസിന് കീഴടങ്ങ. ഇല്ലെങ്കിൽ നിന്റെ ഉറക്കം ഇനിയും പോവേ. എടാ എവിടെയൊരുന്ന് ഫോണിലൂടെ പുലമ്പാ. നീ ആണാണെങ്കിൽ വാ, എന്റെ മുന്നിൽ വാ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഫേസ് ടു ഫേസ്. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പന്നം. അയാൾ എന്തു പറഞ്ഞു? നേരിട്ട് കാണണമെന്ന്. അത് ചതിക്കാനാ? പിന്നെ കാണണമെന്ന് പറഞ്ഞ കാണിച്ചു കൊടുക്കണ്ടേ? അയാൾ എന്തും ചെയ്യും. ഇപ്പൊ ഞാൻ ഗോപാലൻ, താനല്ലേ പറഞ്ഞ എന്നെ നേരിട്ട് കാണണമെന്ന്? ഫേസ് ടു ഫേസ്. വാ കേറുവാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ ഓ ജെട്ടി പോയോ? ഒരു ആനയെ തളയ്ക്കാൻ തോട്ടി, തന്നെ തളയ്ക്കാൻ വെറും ചെട്ടി. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ വെച്ചായത് നന്നായി. ഇതെന്നെ കൊണ്ട് പെരുവഴിയിൽ വെച്ച് ചെയ്യിപ്പിക്കരുത്. ദാ മറ്റന്നാൾ ഇറങ്ങാനുള്ള പത്രം. ഇത് തനിക്കുള്ള കോപ്പിയാ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിനെ കള്ളന്റെ ഭീഷണി. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ എല്ലാ ശാഖകളും കൊള്ളയടിക്കുമെന്ന് ഒളിവിലായ മോഷ്ടാവിന്റെ മുന്നറിയിപ്പ്. നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ 24 മണിക്കൂർ സമയം. യെസ്, നാളെ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് 1 കോടി രൂപ 1000ന്റെ കെട്ടുകളാക്കി അവന്യൂ പാർക്കിലെ ടി ജംഗ്ഷനിലുള്ള ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടണം. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. കൃത്യം 4 മണിക്ക് ഞാനത് എടുത്തോളാം. അത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്നാൽ എനിക്ക് ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും കൊടുക്കാൻ പറ്റൂ. ഈ വാർത്ത പുറത്തു വന്നാൽ നിക്ഷേപകർ അവരുടെ വൻ തുകകൾ പിൻവലിച്ചാൽ ബാബു ജോൺ കെട്ടിപ്പടുത്തിയ സ്വപ്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഒറ്റ ദിവസം കൊണ്ട് ഇളകും. താൻ ബുദ്ധിമാനാ, അതുകൊണ്ട് അതിബുദ്ധി കാണിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. നാളെ 4 മണി 1 കോടി രൂപ. വരട്ട. ജെട്ടി റിസപ്ഷനിൽ കൊടുത്തേക്കാം. All the best. സാറേ, എന്നാലും അവന്റെ ഭീഷണിക്ക് വഴങ്ങി ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ചാക്കോ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല അവന്റെ ഭീഷണി. ആറ്റിക്കുറുക്കി മർമ്മത്തി തട്ടുന്നതാ. ആ റിപ്പോർട്ട് ചുമ്മാ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി ഈ ബാങ്കിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. സോ
ആ റിസ്കിന് തുനിയരുത്. അവൻ ഈ കാശെടുക്കാൻ വരട്ടെ. വരും. ഈ റോഡിന്റെ 7 അയലത്ത് എവിടെയോ വന്നാലും അവനെ ഞാൻ പൂട്ടും. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ഇന്നലെ അവ സാറിന്റെ ജട്ടി കൈവച്ചു, നാളെ അവ സാറിന്റെ സാർ. പോലീസ്, ആ കമ്മീഷൻ എന്താ ഇവിടെ? ആരെ ഇവരെ അറിയിച്ചത്? ഗോപാലനുമായിട്ടുള്ള ഫൈറ്റ് അല്ലേ, ഒരു കയ്യബദ്ധം പറ്റി അവൻ വഴുതി പോകരുത്. ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ഒരു അജ്ഞാത സന്ദേശം. കൂടെ നിന്ന് മണ്ടത്തരം കാണിക്കുന്നു. ഇതിന്റെ പേര് തപ്പിയ കമ്മീഷൻ അങ്ങ് പോയാൽ നീ ഞാനും കൊടുക്കും. നമ്മളും ഗോപാലനുമായുള്ള ബന്ധം നിന്റെ നാവിന്ന് പുറത്തു വന്ന നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ കത്തിച്ചു കളയും. എന്റെ ഡയറക്ഷൻസ് ഇല്ലാതെ ആരും അനങ്ങരുത്. ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുക. Get ready. Yes, sir. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആ കവറ് മാത്രമേ ഇട്ടുള്ളൂ. സത്യം. ഒരു കവറിട്ട് ഇത്രയും പോലെ. ഓ എന്റെ ദൈവമേ, ഇലക്ട്രിസിറ്റി ബിൽ അടച്ചതുപോലെ ചില്ലറ അടക്കം കൃത്യം തുകയുണ്ട്. ഏതായാലും അയക്ക് നിന്നെ ഭയങ്കര പേടിയാ. ബാബാ, നമുക്ക് വീതിക്കാം. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് അധികം തുക വേണം. ഭയങ്കര പ്രശ്നങ്ങളാന്നേ. എന്താണെങ്കിലും ഇപ്രാവശ്യം വീതിക്കുന്നില്ല. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, നമുക്കും വേണ്ട. പിന്നെ ആർക്ക്? ഇത്തവണ ഈ പണം മുഴുവൻ ഇവക്കുള്ളതാ. അയ്യോ, അത് ഇനി ഒന്നൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇവിടെ അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. ഇത് സ്വപ്പം ഏ ആണ്, പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. ആ ഏ അച്ഛന്റെ കാര്യം. ഇനി ഒന്നേ, കാശ് വലിച്ചേക്കല്ലേ, നിങ്ങൾ സംസാരിച്ചോട്ടെ. എന്താ ഈ ലവാങ്കുവാസനെ കൊരങ്ങളിപ്പിക്കരുത്. തല്ല് ചെണ്ടയ്ക്കും കാശ് മുഴുവനും മാരാർക്കൊന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ തല്ല് ലവാങ്കിനും കാശ് ഉത്സവം കാണാൻ വന്ന അടവാങ്കിനും അല്ലേ? അടവാങ്ക് അതാര്? എന്റെ അച്ഛൻ. ഓ, ലവാങ്കിന്റെ അച്ഛൻ അടവാങ്ക്. എന്താണ് എന്റെ ഉദ്ദേശം? അവളുടെ ചേട്ടന്റെ മോഷ്ടിച്ച പണം അവളെ തന്നെ കൊണ്ട് കൊടുക്കണോ ഗോപാല മോനെ? അവൾക്ക് കൊണ്ട് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് മോഷ്ടിക്കണം. ഇന്നലെ രാത്രി പോലും തുടങ്ങിയ പണിയാ. പാട്ടയുടെ മൂടുവെട്ടൽ, ഡ്രൈനേജിന്റെ മൂടി മാറ്റൽ. എന്റെ അമ്മോ, എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം അവൾ കാണുന്നോ? എന്നാ പിന്നെ ഇതിൽ അവളെ കൊണ്ട് ജയിക്കാൻ മേലായിരുന്നോ? എന്തിനെന്നെ മോഹിപ്പിച്ചു? ഇയാളെന്തിനെ കിടന്ന് മോങ്ങണേ? ഇതല്ലാതെ വേറെ വല്ലതും പറയാനോ? ഉണ്ട്. ഭീമസേന പാഞ്ചാലിക്ക് കല്യാണ സാമാനം കൊടുത്ത പോലെ അവരുത്. കല്യാണ സംബന്ധിക്കും ഭീമന്റെ ഭൂ. ഓ, ഭീമൻ അതുകൊണ്ട് പാഞ്ചാലി അടുത്ത് ചെന്നപ്പോ പാഞ്ചാലി അർജുനുമായിട്ട് അതുപോട്ടെ. അതവരുടെ ഫാമിലി മാറ്റേഴ്സ്. നീ അവളുടെ മേനിയേഴ കണ്ട് മതിമറന്ന് പ്രവർത്തിക്കരുത്. വേണ്ടാത്തൊന്നും പറയല്ലേ വാസു. ആ കുട്ടിക്ക് വേറെ ആരുമില്ല, പാവം. പിന്നെ എനിക്കെല്ലാരും ഉണ്ടല്ലോ. എന്റെ മാമനല്ലേ ടാറ്റ, എന്റെ അളിയനല്ലേ ബിർള, എന്റെ അമ്മായിയല്ലേ ലീല കെംപൻസ്കി. എന്തൊക്കെ പറഞ്ഞാലും ആ കാശ് അവക്കുള്ളതാ. അത് പറ്റില്ല. നിനക്ക് അവളോടുള്ള അസുഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വാസുവണ്ണം പറയുന്നൊന്നും വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട. ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. പ്രേമം, ലവ്, കാതൽ, ഇന്ന് ഞാൻ ഇന്ന് അവന്യൂ പാർക്കിൽ എന്താ സംഭവിച്ചത്? ഈ ഓഫീസിരിക്കുന്ന ഞാനെങ്ങനെയാണ് അവന്യൂ പാർക്ക് സംഭവിച്ചെന്താന്ന് പറയുക? ചാക്കോ കൃത്യം 3:50 എന്തായിരുന്നു ഡസ്റ്റ്ബിനിലേക്ക് ഇട്ട പാക്കറ്റ്? അത് പിന്നെ എന്റെ കുട്ടിയുടെ സ്നാക്കി. കുട്ടിക്ക് എത്ര വയസ്സായി? 10. 10 വയസ്സായ കുട്ടിക്ക് സ്നഗി?
ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പ്രായമൊന്നും നോക്കാറില്ല സാറേ. എല്ലാരും ഉപയോഗിക്കും ഒരു സേഫ്റ്റിക്ക്. കാണുമോ? അതിന്റെ അച്ഛനെ കൂടെ ചാക്കോയുടെ വീട് വൈറ്റില. ആരുടെ വൈറ്റിലാടാ? വൈറ്റിലെ 5 കിലോമീറ്റർ മാറി അവന്യൂ പാർക്കിലെ ഡസ്റ്റ്ബിനിലിടാൻ ഇതെന്താണോ നേർച്ചയാണ്? ഭാര്യ പറഞ്ഞു ഒരാഴ്ച പഴക്കമുള്ളതുകൊണ്ട് ദൂരെ കൊണ്ട് കളയണമെന്ന്. ആരുടെയോ ഭീഷണിക്ക് വഴങ്ങി നിങ്ങൾ 1 കോടി രൂപ റാൻസം കൊടുക്കാൻ പോകുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ അജ്ഞാത ഫോൺ സന്ദേശം. നിങ്ങൾക്കൊരു ദിവസം ബോംബ് ഭീഷണി എന്ന് പറഞ്ഞ് എത്ര ഫോൺ കോളുകൾ വരാറുണ്ട്? അതെല്ലാം സത്യമാറുണ്ടോ? ചിലത്. പക്ഷെ അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാനാണ് ഞാൻ. സോ ശത്രുക്കൾ ധാരാളമുണ്ട്. ഇതെല്ലാം കോർപ്പറേറ്റ് വേൾഡിൽ വളരെ സാധാരണമാണ്. ഈ സിറ്റിയിൽ എത്രയെത്ര ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വേറെയുണ്ട്. Then why you? എന്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് മാത്രം ഇതിന് ടാർഗറ്റ് ആവുന്നു? ഹൗ ഡു ഐ നോ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? എന്റെ സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? Then go ahead. Do it, I say. ഇത്ര ഫീലിംഗ്സ് കാണിക്കേണ്ട മിസ്റ്റർ ജോൺ. നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് കാണാനുള്ള സമയം എനിക്കില്ല. എന്റെ സംശയങ്ങൾ വളരെ സിമ്പിളാണ്. ഗിരിനഗർ ബ്രാഞ്ചിൽ മോഷണം നടക്കുന്നതിന് കൃത്യം 3 മാസം മുൻപ് ആ ബാങ്ക് 10 കോടി രൂപയ്ക്ക് നിങ്ങൾ ഇൻഷുർ ചെയ്തിരുന്നു. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെച്ച് ഉറപ്പിച്ചതുപോലെ 10 കോടി രൂപയുടെ റോബറി. ഒരു ലോക്ക് പോലും പൊളിക്കാതെ വളരെ സിമ്പിളും ക്ലിയറുമായ റോബറി. അത് മാനേജ്മെന്റിന്റെയോ സ്റ്റാഫിന്റെയോ സപ്പോർട്ട് ഇല്ലാതെ സാധ്യമല്ല. ബാങ്ക് മോഷണത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സിൽ ഒന്നും തന്നെ മോഷ്ടാക്കൾ ലോക്കറിനകത്ത് കയറുന്നതിന്റെയോ പുറത്തു പോകുന്നതിന്റെയോ വിഷ്വൽസ് ഇല്ല. സേഫ്റ്റി ലോക്കറിന്റെ ക്യാമറ ഫംഗ്ഷനിങ് അല്ലായിരുന്നു, വയസ് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. ആകെയുള്ളത് കൃത്യമായി അവർ ഏതോ ഫയൽ എടുക്കുന്നതിന്റെ വിഷ്വൽസ് മാത്രം. അത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ചത് അവരാണെന്ന് ഞാൻ ഉറപ്പിക്കും. ഇങ്ങനെ എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതിനെന്താ ഇത്ര മറുപടി പറയാൻ? ആ കള്ളന്മാര് അത്ര ബുദ്ധിമാന്മാരാ അല്ലയോ? അതെങ്ങനെ ഇയാൾക്കറിയാം? അല്ലാണ്ട് വൃത്തിയായി അവർക്ക് മോഷണം നടത്താൻ പറ്റില്ല സാറേ. ഇതെന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? മോഷ്ടാക്കളുണ്ടെന്നുള്ളതിന് വേറെ തെളിവൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് സ്ഥിരീകരിക്കാം ഇത് മാനേജ്മെന്റ് ചെയ്താണെന്ന്. ഒരിക്കലുമില്ല. കുറെ ദിവസമായി ഈ സാറ് തീരി നിന്നു. ബാങ്ക് മോഷണം, വീണ്ടും മോഷണം, ബ്ലാക്ക് മെയിലിംഗ്, അങ്ങനെ എനിക്ക് സഹിക്കണില്ല ഈ സാറിന്റെ അവസ്ഥ. എന്റെ ഈ സാർ ഉറങ്ങിട്ട് എത്ര ദിവസമായിരുന്നു സാറിന് അറിയോ? സാറ് ചുമ്മാ ഇരി സാറേ. എല്ലാത്തിനും കാരണം അവൻ ഒറ്റ ഒരുത്തനാ, ഗോപാലൻ. താനിപ്പോ എന്തോ പറഞ്ഞല്ലോ ആരോ എന്റെ പിന്നിലുണ്ടെന്ന്. എവിടാ സാറേ? വെള്ളത്തിനെടുക്കല്ലേ? ഞാനിപ്പോ ഗോപാലൻ എന്ന് പറഞ്ഞോ സാറേ? നിന്റെ സ്നഗ്ഗി ഇന്ന് ഞങ്ങള് കാണൂടാ. നടക്കണ റാഫ്റ്റ് അങ്ങോട്ട്. ഇവനാണോ താൻ പറയുന്ന ഗോപാലൻ? സൂക്ഷിച്ചു നോക്ക്. നോക്കടോ, ഇത് ഗോപാലൻ തന്നെയാ. നിന്റെ അപ്പനാടാ ഗോപാലൻ. കുറെ കാലായിട്ട് ഞാൻ കൊള്ളുന്ന ഇടിയാ. ഒന്ന് ചുമ്മാ ഇരിടാ. സൂക്ഷിച്ചു നോക്ക്. ഇത് തന്നെയാണോ ഗോപാലൻ? സാർ എന്നെ ഇവിടെ ഇട്ട് കൊന്നാലും ഞാൻ പറയും ഇത് തന്നെയാ ഗോപാലൻ എന്ന്. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എടാ പട്ടി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഞാനാണ് ഗോപാലൻ എന്ന് പറയണത്? നിന്നെ ഇന്ന് ഞാൻ ഒന്ന് വിട്ടേടാ. എനിക്ക് വയ്യ. അപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന ഗോപാലിനെ ചാക്കോ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാനല്ലേ. നമ്മളും ഗോപാലനുമായുള്ള ബന്ധം നിന്റെ നാവിന്ന് പുറത്തു വന്ന നിന്റെ കുടുംബത്തെ ഞാൻ കത്തിച്ചോളയും. ഞാനല്ലേ? പിന്നെ ഞാനല്ലേ ബാങ്കിലെ ക്യാമറയില്. അത് ഞാനല്ലേ ആദ്യം കണ്ടത്. പിന്നെ പത്രത്തിലൊക്കെ വന്നല്ലോ. ഇയാളുടെ പേര് ഗോപാലനാണെന്ന് ചാക്കോയ്ക്ക് എങ്ങനെ അറിയാം? അത് രണ്ടാമത്തെ മോഷണം കഴിഞ്ഞപ്പോ ജോൺ സാറിന്റെ പോക്കറ്റിൽ ഇവൻ ഭീഷണി കുറിപ്പ് വെച്ചു. ഓ, കുറിപ്പിടുന്നത് മുഴുവൻ ഗോപാലനാണോടാ? സാറേ, കുറിപ്പിടുന്നവനാണെങ്കിൽ അത് ഈ ഗോപാലൻ തന്നെയായിരിക്കും. സാർ എന്നെ ഒന്ന് തുറന്നു വിട്ടെ, ഞാൻ ആ പടം ഒന്ന് കാണട്ടെ. ഞാൻ പറയാം ഗോപാലനാണോ അല്ലയോ എന്ന്. സാറേ, ഇവൻ തന്നെയാണ് ഗോപാലൻ. പക്ഷെ ഇയാള് പറയുന്ന ഗോപാലൻ ഈ ഗോപാലനാണോന്ന് എനിക്കറിയില്ല. എന്നാ ഞാൻ പറയുന്ന ഗോപാലൻ ഈ ഗോപാലൻ തന്നെയാ. അതായത് അല്ല സാറേ, ഇവൻ പേര് കേട്ട കള്ളനാ. ഇവൻ ആരും കണ്ടിട്ടില്ല, ഞാൻ ഒഴിച്ച്. ഇവൻ ഒറ്റരുത്തൻ കാരണം കുറെ കാലമായിട്ട് പോലീസുകാർ എന്നെ കൊണ്ടു വിട്ടിട്ട് അമ്മ നാടുന്നത്. ശരി, ചാക്കോ പോയിക്കോളൂ. അല്ല സാറേ, എനിക്കൊരു സംശയം. കൊച്ചുനാൾ മുതലുള്ളതാ. എന്തിനാ സാറേ സ്റ്റേഷനിൽ കയറുമ്പോ അണ്ടർവെയറിൽ നിർത്തുന്നേ? സിനിമയിലും അങ്ങനെ തന്നെയാ. ഇതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പാന്റ് ഷർട്ട് ഇട്ട് ചോദ്യം ചെയ്താ. ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നന്നായി. പുഷ്കര സാർ, എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. താനും പോയിക്കോ. ഞാൻ എവിടെ പോകാനാണ്? ആ ഗോപാലിനെ പിടിച്ച് അകത്താക്കാതെ ഞാൻ പുറത്തുകൂടെ പ്രശ്നമില്ല. അവൻ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കും, എന്നെ പിടിച്ച് അകത്താക്കും. എന്തിനാ സാറുമാരെ ഡീസൽ ആശി വെറുതെ കളയണത്? എടോ, തനിക്ക് ഈ ഗോപാലിനെ എവിടെ ചെങ്ങനുണ്ടായാലും തിരിച്ചറിയാൻ പറ്റുമോ? 10 കിലോമീറ്റർ ദൂരെ കൂടി അവൻ പോയാലും ഞാൻ മണത്ത് കണ്ടുപിടിക്കും. എന്റെ ജീവിതമാണേ. എടോ, ഇവനെ പട്ടീന്ന് വിളിക്കട്ടെ സാർ? ഇപ്പോഴത്തെ ഫാഷനാ. താൻ ഈ കാര്യത്തിൽ പോലീസിനെ സഹായിക്കണം.
ഓഫ് കോഴ്സ്. മാഡം മാഡം നിങ്ങൾ എന്തിനും പേ ചെയ്തിട്ടില്ല, അതാ ഈ സൈറൺ. അയ്യോ, മോൻ അറിയാതെ എടുത്തതാ. സോറി. ഇറ്റ്സ് ഓക്കെ. പിനോയില് ഇത് തേച്ചാ മുഖം വെളുക്കൂ. ഗോപാല, ഇഷ്ടായോ? കൊള്ളാം. വാ, നമുക്ക് അവിടെ നോക്കാം. ഹലോ ഹലോ സാർ, ഹരിചന്ദ്രനാണ്. ഗോപാലൻ KK റോഡിലുള്ള ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. കൂടെ ഒരു പെണ്ണുണ്ട്. ആളറിയാതിരിക്കാൻ വേണ്ടി വേഷം മാറി വന്നിരിക്കുകയാണ്. എനിക്കുറപ്പാ ഇത് അവൻ തന്നെ. സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചേക്ക്. ഇനി ഇവിടെ എന്താ പ്രശ്നമാണ് പാപ്പോ? ചോദ്യമില്ല. അയാൾക്ക് സംശയം തോന്നാതെ താൻ അയാളെ ഫോളോ ചെയ്യണം. ഞങ്ങൾ ഉടനെ എത്താം. ഓവർ ഓവർ. ഇവൻ മുങ്ങിയ, ഇവൻ പിന്നെ മുങ്ങിയ. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. സ്നോ ബോട്ടൊന്നും അല്ല. സോറി സോറി. പോലീസ് വന്നേക്കാം, സൂക്ഷിക്കണം. ഹലോ ഹലോ ഹലോ, ഒന്ന് കാശ് കൊടുത്തിട്ട് പോടും. ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണോ ഈ സൈറൺ അടിക്കുന്നത്? കള്ള എനിക്കങ്ങനെ അറിയാം. ഈ പേന കട്ടെടുത്തു. ആണോ? അയ്യോ, ഡയന മാറിക്കോ. ഈശ്വരാദിനം കൊണ്ടായിപ്പോ രക്ഷപ്പെട്ടത്. പോലീസ് ശരിക്കും എന്നെ കണ്ടു കഴിഞ്ഞു. ഇനി കള്ളനും പോലീസും കളിക്കാൻ നേരമില്ല. ബാബു ചോണിനെതിരായിട്ട് എത്രയും പെട്ടെന്ന് കരുക്കൾ നീക്കണം. പക്ഷേ
എനിക്കിനി നേരിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇനി തൻ്റെ ഊഴ. ഞാൻ ഡയാന, ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്യാം. രണ്ടും കൽപ്പിച്ചൊരു തീക്കളി. Take him. Sir. എന്നോട് പറയാമായിരുന്നില്ലേ മോളുടെ ഇഷ്ടം? ചേട്ടൻ അന്തസ്സായി നടത്തി തരുമായിരുന്നില്ലേ? ഹാർഡ് ലക്ക്. എനിവേ ലീവ് ദ പാസ്റ്റ്. ഹിയർ ആഫ്റ്റർ ബി വിത്ത് മീ. എനിക്ക് ചേട്ടന് ഫേസ് ചെയ്യാനുള്ള പേടിയായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോ ഞാൻ തിരിച്ചു വരാൻ ഗോപാലിന് ഒരു കാരണമായതായിരിക്കാം. പപ്പ ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഒരാളിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തെടുക്കുക, റോബ് ചെയ്യുക, ഇതൊക്കെ കണ്ടപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ എന്റെ വലയിൽ വീഴ്ത്താൻ. യു ആർ ബ്രില്യന്റ്. നിന്റെ കോൾ വന്നപ്പോൾ ഇറ്റ് വാസ് എ ഷോക്ക് ആൻഡ് സർപ്രൈസ്. നൗ ഐ ആം ടോട്ടലി ഹാപ്പി. മീ ടു. പിന്നെ ചേട്ടനോട് എങ്ങനെയാ പറയാ? ടെൽ മീ ഡിയർ. പപ്പയുടെയും മമ്മയുടെയും പ്രോപ്പർട്ടീസിൽ എന്റെ ഷെയർ എനിക്ക് തരണം. എന്തിനാ ഷെയർ? ഇതെല്ലാം നിനക്കുള്ളതല്ലേ? അങ്ങനെ എല്ലാം എനിക്ക് വേണ്ട, എനിക്ക് അവകാശപ്പെട്ടത് മാത്രം. ഷുവർ ഷുവർ. ഞാൻ നാളെ സിംഗപ്പൂരിന് പോവാണ്. തിരിച്ചു വന്നാൽ ഉടൻ വി വിൽ മേക്ക് ദ ഡീൽ. ചാക്കോ, ആ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കാൻ ബാലകൃഷ്ണനോട് പറയണം. ഓക്കെ? ശരി സാർ. നൗ യു റിലാക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാവം കുട്ടി. ഇപ്പോ തെളിവുകളെല്ലാം ഗോപാലിനെതിരായ സ്ഥിതിക്ക് അവൻ എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല. നാളെ അവനെ കോടതിയിൽ നിന്ന് സബ് ജയിലിലേക്ക് മാറ്റിയാൽ അവിടെ ചെറിയൊരു ലഹള, ഒരു പിച്ചാത്തിപ്പിടിയിൽ തീരും ഗോപാലൻ. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡയാന. സിംഗപ്പൂരിൽ നിന്ന് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം ശാന്തമായിരിക്കണം. ഒന്നിനും ഒരു തെളിവും ഉണ്ടാവരുത്. എന്നാ തമ്പിക്കോ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ ഉടമ ശ്രീ ബാബു ജോണിന്റെ സഹോദരി ഡയാനയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന തെറ്റ്. ആ കുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ആരോ ചെയ്ത തെറ്റുകൾ മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ഞെട്ടും. ഞാനും ഡയാനയും ഒരു ദിവസം ബാങ്കിനെ വന്നോളിക്കുമോ അറിയോ? ഇന്നായി മൈ കൺട്രി ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? വ്യക്തമായില്ല. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഞാനും ഡയാനയും ഒരു ദിവസം ബൈക്കില് ഇത് സ്പീഡ് ഒരു മിനിറ്റ്, ഒന്നൂടെ നീങ്ങുന്നു സാറേ, കുറച്ചങ്ങോട്ട് നീങ്ങുന്നു സാറേ, അങ്ങോട്ട് നീങ്ങുന്നു. ഞാനും ഡയാനയും ഒരു ദിവസം പൾസർ 200 മോഡൽ ബൈക്കിൽ
എല്ലാം മറന്ന് രണ്ടിണപ്രാവുകളെ പോലെ മുട്ടി ഒരുമി വന്നോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരുപാട് പോലീസുകാരെന്റെ മുമ്പിൽ ചാടി വീണു. ഞാൻ ബൈക്കിൽ വന്നോണ്ടിരുന്നത് 90 മൈൽ സ്പീഡിലാ. ഇപ്പുറത്ത് പോലീസ്, ഇപ്പുറത്ത് ബൈക്ക്, ഇപ്പുറത്ത് പോലീസ്, ഇപ്പുറത്ത് ബൈക്ക്. ഞാൻ എന്റെ ദൈവഭാഗ്യത്തിന് ബൈക്ക് എങ്ങനെയോ ഒരു വെട്ടിക്കില് ഏതാണ്ട് ഇങ്ങനെ എന്നിട്ട് ആ പോയ ബൈക്കിന് തിരിച്ചു വരുമോ? സാർ പോലീസ് ഞങ്ങൾക്ക് പുല്ലാടേ, 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 പോലീസ് ഞങ്ങൾക്ക് പുല്ലാടേ. പോലീസ് നമ്മുടെ തലവരനെ എത്തിക്കൂടാ. No! ഹലോ, എന്റെ കർത്താവേ, ശരി ശരി, ആ ജോൺ സാറിന് കിട്ടാവുന്ന നമ്പറല്ല, വേഗം ഒന്ന് തപ്പിയിടൂ. സാറിന്റെ സിംഗപ്പൂർ വീട്ടിലെ നമ്പറുണ്ട്, അതുകൂടി ഒന്ന് ട്രൈ ചെയ്തു. നമ്മുടെ എല്ലാ പ്ലാനും പാളി പോകുന്നൊരു പേടി. എനിക്കറിയാവുന്ന എല്ലാ ഏരിയയും ഞാൻ അരിച്ചു പെറുക്കി. പക്ഷേ പണവും സ്വർണവും എവിടെയാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, പോലീസിന് വരെ പിടികൊടുത്തിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്ത് വെറുതെ ആവോ? ഒരു തെളിവുപോലും നമുക്കില്ലാതെ. ഇത്തവണ ബാബുജൻ രക്ഷപ്പെട്ട പിന്നെ ഒരിക്കലും നമുക്ക് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ചേട്ടൻ ഭയങ്കര ടെൻഷനിലാണല്ലോ. ടെൻഷനോ? എനിക്കെന്ത് ടെൻഷൻ? കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോ ആർക്കും ഉണ്ടാവും ടെൻഷൻ. മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ചേട്ടന്റെ അടുത്തുനിന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയപ്പോ മനസ്സ് പറഞ്ഞു ഒന്ന് ചെവി ഓർക്കാൻ. ആദ്യം സബ് ജയിലിൽ വെച്ച ഒരു പിച്ചാത്തിപ്പിടിയിൽ ഗോപാലൻ, പിന്നെ ഞാൻ, അല്ലേ ചാക്കോ ചേട്ടാ? ഇപ്പോ ഗോപാലൻ രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് മരിക്കാൻ ഭയമില്ല, കാരണം എനിക്കിപ്പോ ആരുമില്ലല്ലോ. പക്ഷേ എന്റെ വിഷമം ചാക്കോ ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. വളച്ചൊടിക്കാതെ കാര്യം പറ കൊച്ചേ. ഇന്നലെ ചാക്കോ ചേട്ടൻ പോയതിന്റെ പിറകെ ചേട്ടൻ ആർക്കും ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം തീർന്നാൽ ഒന്നിനും ഒരു തെളിവും സാക്ഷികളും ഉണ്ടാവാതിരിക്കാൻ ചാക്കോ ഇല്ലാണ്ടാവണമെന്ന്. ഞാനിത് വിശ്വസിക്കില്ല. സാർ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പപ്പയും മമ്മയും കൊന്നയാള്, പെങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ചയാള്, അയാൾക്കാണോ ചാക്കോ ചേട്ടനെ കൊല്ലാൻ മടി? എത്ര പേരെ അയാള് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നിരിക്കുന്നു. രക്ഷപ്പെടുക. ഈ അനിയത്തിക്ക് അത്രമാത്രം ഇപ്പൊ പറയാൻ കഴിയൂ. ക്ലാര ചേച്ചി വിധവയാകരുത്, കുട്ടികൾ അനാഥരാകരുത്. എന്തോ ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ഫോൺ പൊട്ടിത്തെറിച്ചോ അങ്ങനെ എന്തോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പൊട്ടിത്തെറിയാണ്. ചാക്കോ ചേട്ടൻ സൂക്ഷിക്കണം. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ. അയ്യോ അയ്യോ, വഴി എവിടെ? അയ്യോ, പുറത്തോട്ടുള്ള വഴി എവിടെ? അയാള് പോയി. ഒരു ബലൂൺ പൊട്ടിയില്ല. നമുക്ക് പിന്നെ പൊട്ടിക്കാൻ പോ. ശരിക്കും പേടിച്ച് ഞാനും. ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ഫോൺ പൊട്ടിത്തെറിച്ചോ അങ്ങനെ എന്തോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചേച്ചി ഗ്യാസ്! അയ്യോ, അവിടെ കൊണ്ട് വെച്ച
എന്താ ഇയാളെ കാണിക്കാൻ? അത് ഗ്യാസാ, പൊട്ടിത്തെറിക്കും. എന്റെ പണിയും പോയി. അല്ല, പഴയ എന്റെ കർത്താവേ, ഈ ഇച്ചായൻ എന്താ പറ്റിയത്? ഈ ഫോൺ എടുത്തിട്ട് എവിടെ പോണേ? ഇല്ല, എനിക്ക് ജീവിക്കണം. എന്റെ ക്ലാരെ, എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം. പിടിയില്ല ഞാൻ. എന്നെ കൊന്നിട്ട് അവൻ അങ്ങനെ ജീവിക്കണ്ട. എനിക്ക് ജീവിക്കണം സമാധാനമായിട്ട്. പടി മക്കളെ. സാറേ, 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 സാറല്ലേ ഇവിടെ? സാറേ ഇവിടെ പോയി. സാറേ, എനിക്ക് ജീവിക്കണം. സാറേ, ഞങ്ങളെ രക്ഷിക്കണം. സാറേ, എന്താണോ? എന്താ ഞങ്ങളെ രക്ഷിക്കണം. എടോ, താൻ കാര്യം പറയൂ. ഞങ്ങൾക്ക് ജീവിക്കണം സാർ. എന്റെ മരണമൊഴി എടുക്കണം സാർ. തനിക്ക് എന്ത് പറ്റി? എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് എനിക്കെല്ലാം തുറന്നു പറയണം. അയാൾ എന്നെ കൊല്ലും. അയാൾ ഞങ്ങളെ കൊല്ലും. ആര്? ബാബു ജോൺ. ആ പാവം ഗോപാലിനെ ബലിയാടാക്കി എല്ലാം ചെയ്തത് അയാളാ. അതെ സാർ, മോഷണവും കൊലപാതകവും എല്ലാം ചെയ്തത് ബാബു ജോണാ. അയാളെ സ്വർണം മുഴുവൻ ഒരിക്കൽ കട്ടി കട്ടിയായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ സാക്ഷിയാ. എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. ഹായ് കമ്മീഷണർ. ഹായ്. എന്താ ഇവിടെ? എക്സ്പെക്ടിങ് എ VIP or a criminal? Yeah, both. Oh, VIP ആയിരുന്നു, ഇപ്പൊ ക്രിമിനൽ. Any politician? No, a businessman. You proceed. I'm proceeding. We'll catch you up later. You are caught. Sorry? You are under arrest. എന്തിന്? ചാക്കോ ഇപ്പൊ ഞങ്ങളുടെ ഗസ്റ്റാണ്. സിംഗപ്പൂരിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചാക്കോ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവനെല്ലാം തുറന്നു പറഞ്ഞു. ഒരു ബഹളം ഉണ്ടാക്കാതെ കൂടെ പോരല്ലേ നല്ലത്. ഷാൽവി, എന്താ ഇവിടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാ. ആരെ? ഓഹോ, അപ്പൊ എന്റെ പുന്നാര പെങ്ങളും ഈ ബാസ്റ്റേഡും കൂടി ചേർന്ന് എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? അതേടാ ചെറ്റെ, കളിക്കാൻ ഇറങ്ങുമ്പോ നീ ആലോചിക്കണം എതിരെ നിൽക്കുന്നവനും കളി അറിയാന്ന്. പല അവസരങ്ങളും തന്നു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങാൻ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് ഇനി നിന്നെ വെറുതെ പോലീസ് കൊണ്ടുപോയാ നീ കൊന്ന എന്റെ കൂട്ടുകാരൻ ലക്ഷ്മണന്റെയും ഇവളുടെ പപ്പയുടെയും അമ്മയുടെയും സൂരജിന്റെയും ആത്മാക്കൾക്ക് ശാന്തി കിട്ടൂ. അതുകൊണ്ടാ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നിയത്. ഒരിക്കലും കണക്കുകൾ പിഴയ്ക്കാത്ത നീയൊന്ന് മനസ്സിലാക്കണം. ഒരക്കം പിഴച്ചാൽ, ഒരൊന്നു മാറിയാൽ 1 ലക്ഷം, 10 ലക്ഷം, 10 കോടി, 100 കോടി എല്ലാം വെറും പൂജ്യ. നീയിപ്പോ വെറും പൂജ്യ. നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ കണക്ക് പിഴച്ചത് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയപ്പോഴാണ്. എന്നാ എനിക്കാ തെറ്റുപറ്റാൻ പാടില്ല. നമ്മുടെ എല്ലാ കണക്കുകളും ഇവിടെ വെച്ച് തീരുന്നു. ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്നെന്ന് ഉറങ്ങണം. അതിനെന്താ, ഞാൻ ഉറക്കിത്തരാം.
കഴിവേറി എന്നോടാണോ നീ? അടിക്കടാ അടിക്കടാ. നമ്മുടെ ഈ കേസിൽ ഇനി സാക്ഷികളില്ല, തെളിവുകളില്ല, പ്രതികളുമില്ല. ഇനി ബാബു ജോണിന് ഒരു ടെൻഷനും വേണ്ട. റെസ്റ്റ് എടുക്കാനുള്ള സമയമായി. റെസ്റ്റ് ഇൻ പീസ്. യെസ്, വളരെ ദൂരത്തേക്ക്, നീ പറയാറുള്ള ആ ഒരു സേഫായ സ്ഥലത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ നിന്നെ കൊണ്ടുപോകും. വേണ്ട ഗോപാല, വേണ്ട, പ്ലീസ് മോളെ, മോളെ പ്ലീസ് മോളെ, ഒന്ന് പറ മോളെ, ഒന്ന് പറ പ്ലീസ്, എന്നെ വിടാൻ പറ മോളെ. ഗോപാല പ്ലീസ്, ഗോപാല, ഗോപാല പ്ലീസ്, പ്ലീസ്. ഗോപാല, ഒന്ന് പറ മോളെ, മോളെ, മോളെ ഒന്ന് പറ മോളെ. ഗോപാല, അയ്യോ ഗോപാല വേണ്ട, ഗോപാല പ്ലീസ്, പറയുന്നത് കേൾക്ക് മോളെ, മോളെ പ്ലീസ്, ഗോപാല. അയാളുടെ ഫോൺ തന്നേക്ക്. ഹലോ കമ്മീഷണർ, ഞാൻ ബാബു ജോൺ. സോറി, തെളിവുകളെല്ലാം എനിക്കെതിരായ സ്ഥിതിക്കാ ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാം ചെയ്ത് ഞാൻ തന്നെയാണ്. ദയവ് ചെയ്ത് ഇനി എൻ്റെ പുറകെ വരരുത്. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്രയും ദൂരത്തേക്ക്, എനിക്ക് സേഫായ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകും. ബൈ ബൈ ഫോർ എവർ.
ഏതായാലും ദിവാകരൻ ധൈര്യമായിട്ടത് ചെയ്തല്ലോ. എന്തായാലും ഇത്തവണ ചെലവ് നടത്തിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെലവാന്നല്ലോ. പണ്ട് ഈ നാട്ടുകാർ തല്ലി ഓടിച്ച കൃഷ്ണൻ നായരുടെ മകനും കുടുംബവും അവരുടെ പഴയ തറവാടും വാങ്ങി തിരിച്ചു വന്നിരിക്കുന്നു. ഈശ്വര, ചിട്ടിക്കാരൻ കൃഷ്ണനായരുടെ മോനോ? അതെ, ജിയോ പാൽ. ജിയോ പാലോ? ജിയോ പാലേ, ജിയോ പാലേ. ഇത് ആരൊക്കെയാ? പ്രസിഡന്റിനെ മറ്റുള്ളവരെയും കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരാ. ഇതെന്റെ ഭാര്യ ഡയാന. ഇത് ഞങ്ങളുടെ ലവാംഗ അല്ല വാസുണ്ട്. മോനെ, മോന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് ഞങ്ങൾ ഈ ഗ്രാമക്കാരെ. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. ഇതാര്, സുഗുണേട്ടനോ? അല്ല, പശു കൊണ്ടിക്ക് അടിച്ചിട്ട് എന്തായി? ഇത് ഇവൻ എങ്ങനെ അറിഞ്ഞു? പശു അങ്ങനെ പറഞ്ഞു കാണോ? ദിവാരേട്ടോ, എന്തായി വീടിന്റെ പണി? പുതിയ കട്ടിലേക്ക് വെച്ചോ? അല്ല, അത് കുഞ്ഞെങ്ങനെ അറിഞ്ഞു? ഞാൻ പത്രത്തിൽ വായിച്ചു. പത്രത്തിലാ? ഉള്ളത് പറയാമല്ലോ. ഇന്ന് രാവിലെ 5ാമത്തെ കട്ടളയും വെച്ചു. ഇത്തവണ വീടിന്റെ പണി തീരും. എന്താ ദൈവം നമ്മളെ വീട് ഇന്ന് വെച്ച വീടിന്റെ കട്ടള ഈ വീടിന്റെ കട്ടളയും ഞാൻ എടുക്കുന്നു. ഗോപാലൻ, എന്റെ ദൈവമേ, അവൻ വീണ്ടും വന്നോ? ഞാനല്ലാതെ വേറെ കട്ടള ഗോപാലനോ? അതാരാ ഈശ്വര?